الله أكبر الله أكبر الله أكبر لا إله إلا الله والله أكبر الله أكبر ولله الحمد الله أكبر الله أكبر الله أكبر لا إله إلا الله والله أكبر الله أكبر ولله الحمد. പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുണ്ട് ഇവിടെ വരുന്ന എല്ലാവരുടെയും ആഗ്രഹങ്ങൾ അല്ലാഹു പൂർത്തിയാക്കി കൊടുക്കുന്ന ഒരു വല്ലാത്ത മരുഭൂമിയാണ്. നമുക്കറിയാം, തൗഹീദ് കൊണ്ട്, തൗഹീദിന്റെ ശക്തി കൊണ്ട് തീർത്ത ഒരു ഉരുക്ക് മനുഷ്യനായിരുന്നു ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാം. അദ്ദേഹത്തെയാണ് ആദ്യമായി ഭൂമിയിലിട്ട് പരിശോധിച്ചത് എന്ന് ഖുർആൻ നമ്മോട് പറയുന്നു. ആ പരിശോധന എന്തായിരുന്നു എന്ന് നമുക്കറിയാം. അദ്ദേഹത്തിന് ഏറ്റവും വിലപ്പെട്ട, അദ്ദേഹത്തിന് ഏറ്റവും പ്രിയങ്കരമായ ഒന്നിനെ അള്ളാഹുവിന്റെ മാർഗത്തിൽ ത്യജിക്കാനുള്ള കൽപ്പനയായിരുന്നു. ആ കൽപ്പന അദ്ദേഹത്തിന്റെ തൗഹീദിന്റെ ശക്തിക്ക് മുമ്പിൽ സത്യത്തിൽ വിജയശ്രീലേഖനായാണ് അദ്ദേഹം ഇവിടെ നിന്നും പോയത്. അദ്ദേഹം ഈ മരുഭൂമിയിൽ കഴിച്ചുകൂട്ടിയ രാത്രികളാണ് നമ്മളും കഴിച്ചുകൂട്ടിയത്. ഇബ്രാഹിം അലൈഹിസ്സലാം അന്ന് അവസാനത്തെ രാത്രിയുടെ പകലിലാണ് ആ മഹാസംഭവം സംഭവിക്കുന്നത്. ഇബ്രാഹിം അലൈഹിസ്സലാം എന്റെ കുഞ്ഞിനെ അറുക്കാൻ വേണ്ടി കൊണ്ടുവന്ന സ്ഥലം നാം ഈ താമസിക്കുന്നതിന്റെ തൊട്ട് പുറകിലാണ്. അവിടെയാണ് യഥാർത്ഥത്തിൽ ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ ഈമാൻ, അദ്ദേഹത്തിന്റെ തൗഹീദ് പരീക്ഷിക്കപ്പെട്ടത്. ആ പരീക്ഷയിൽ അദ്ദേഹം വിജയിച്ചു. അദ്ദേഹം വിളിച്ച തക്ബീറാണ് നാം ഇന്ന് ഫജ്ർ നമസ്കാരത്തിന് ശേഷം വിളിച്ചത്. അത് ഒരു വിജയത്തിന്റെ മന്ത്രമാണ്. അല്ലാഹു അക്ബർ എന്ന് പറയുമ്പോൾ അല്ലാഹു ഇബ്രാഹിം അലൈഹിസ്സലാമിനെ സഹായിച്ച സഹായത്തിന്റെ ശക്തിയും കടുപ്പവും ഒക്കെ ഉൾക്കൊണ്ടുകൊണ്ടാണ് അദ്ദേഹം അല്ലാഹു അക്ബർ വിളിച്ചത്. അതുകൊണ്ടാണ് ആ തക്ബീറിന് ശേഷം ഇങ്ങനെ വന്നത്, അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്, അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. അല്ലാഹു തന്നെയാണ് ഏറ്റവും വലിയവൻ. എനിക്ക് ഇസ്മായിൽ അല്ല വലിയവൻ, അല്ലാഹുവാണ് ഏറ്റവും വലിയവൻ. ഞാനിതാ അവനെല്ലാ സ്ഥിതികളും അർപ്പിക്കുന്നു. സഹോദരങ്ങളെ, ഈ മരുഭൂമിയിൽ നിന്ന് വിടവാങ്ങുമ്പോൾ നമ്മുടെ ഉള്ളിലുണ്ടാകേണ്ട ഏറ്റവും കടുപ്പമുള്ള വികാരം അതായിരുന്നു. ഇന്നലെ ഒരു സഹോദരൻ ഒന്ന് ചോദിച്ചു, ഒരു ദിവസം കൂടി ഇവിടെ എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റുമോ? ഒരു വല്ലാത്ത ചോദ്യമായി എനിക്ക് അനുഭവപ്പെട്ടു. ഒരു ദിവസം കൂടി ഈ മിനയിൽ നിൽക്കാൻ പറ്റുമോ? ഇവിടെ വന്നപ്പോഴും അതിന്റെ രണ്ടാമത്തെ ദിവസവും മൂന്നാമത്തെ ദിവസമൊക്കെ നമ്മൾ വിചാരിച്ചത് എങ്ങനെയും പെട്ടെന്ന് ഇവിടുന്ന് പോകണമായിരുന്നു. നമ്മുടെ ചുറ്റുഭാഗമുള്ള എല്ലാവരും പോയിട്ടുണ്ട്. ഒരുപാട് ആളുകൾ പോയിട്ടുണ്ട്. വളരെ കുറച്ച് ആളുകൾ മാത്രമാണ് ഇത് ബാക്കിയായിട്ടുള്ളത്. നമ്മുടെ അവിടെ ബാക്കിയായിട്ടുള്ളതിന് രണ്ട് ഉദ്ദേശമുണ്ട്. ഒന്നാമത്തേത് റസൂലിന്റെ സുന്നത്ത് പൂർണ്ണമായി നടപ്പാക്കുക എന്നതാണ്. അല്ലാഹു ആ സുന്നികളുടെ കൂട്ടത്തിൽ നമ്മെ ഉൾപ്പെടുത്തുമാറാണ്. രണ്ടാമത്തേത് സഹോദരങ്ങളെ, നമുക്കായിട്ടില്ല പോകാൻ. അതാണ് വിഷയം. നമുക്കായിട്ടില്ല. ഇബ്രാഹിം അലൈഹിസ്സലാമിന് വന്നതുപോലെയുള്ള ഒരു പരീക്ഷ നമുക്ക് വന്നാൽ ആ പരീക്ഷയിൽ വിജയിക്കാവുന്ന രീതിയിലുള്ള ഒരു ക്വാളിറ്റി നാം നേടിയെടുത്തിട്ടില്ല എന്നാണ് മനസ്സിലാകുന്നത്. അതുകൊണ്ടാണ് വീണ്ടും അല്ലാഹു ഇവിടെ നിൽക്കാനുള്ള അവസരം തന്നിട്ടുള്ളത്. ഇനിയുള്ള മണിക്കൂറുകൾ ആ പരീക്ഷയിൽ പാസ്സാകാനുള്ള സിലബസാണ് നാം പഠിക്കേണ്ടത്. ഇനിയുള്ള മണിക്കൂറുകളിൽ ആ പരീക്ഷയ്ക്ക് വരാൻ സാധ്യതയുള്ള ചോദ്യങ്ങളാണ് നമ്മുടെ മുമ്പിൽ ഉണ്ടാകേണ്ടത്. ആ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകാൻ നമുക്ക് സാധിക്കണം. അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. ഒരു ചോദ്യങ്ങളുമില്ലാതെ അല്ലാഹുവിന്റെ ഫിർദൗസുൽ അലയിൽ ഒരുമിച്ചുകൂടാൻ അല്ലാഹു ഈ ഹജ്ജ് നമുക്ക് കാരണമാക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, നമ്മൾ ഓർക്കണം, ഇങ്ങനെ ഒത്തിരി സ്മരണകളുണ്ട്. അതും വിജയത്തിന്റെ സ്മരണകൾ മാത്രമാണ് ഇവിടെ. നിങ്ങൾക്കറിയാമോ,
ഇന്നലെ നമ്മൾ കല്ലെറിഞ്ഞ ജംറത്തുൽ അഖബ, അല്ലാഹു അക്ബർ എന്ന് നമ്മൾ വിളിച്ച് കല്ലെറിഞ്ഞില്ലേ? പലരും പറയാനുള്ളത് അത് ശൈത്താനാട്ടി ഓടിക്കാൻ വേണ്ടി തക്ബീർ വിളിച്ചതാണ്. അല്ല, ആ ജംറത്തുൽ അഖബയിലാണ് ഇസ്ലാമിക ചരിത്രത്തിൽ തുല്യതയില്ലാത്ത വിജയത്തിന്റെ ചരിത്രമായ അഖബ ഉടമ്പടി നടന്നത്. അല്ലാഹുവിന്റെ റസൂൽ അന്ന് വിളിച്ച തക്ബീറാണ് നമ്മൾ വിളിച്ചത്. അഖബ ഉടമ്പടി നിങ്ങൾക്കറിയാം. ഇസ്ലാമിക ചരിത്രം, പ്രത്യേകിച്ച് നബിതിരുമേനിയുടെ ചരിത്രം വായിച്ചപ്പോൾ ഒന്നാം അഖബ ഉടമ്പടിയും രണ്ടാം അഖബ ഉടമ്പടിയും നമ്മൾ വായിച്ചിട്ടുണ്ട്. മദീനയിൽ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സഹായിക്കാൻ വേണ്ടി സഹായിക്കാമെന്ന് കരാറിൽ ഏർപ്പെട്ട 2 ഉടമ്പടികളാണ് വരുന്നത്. ആ രണ്ടാമത്തെ ഉടമ്പടി അല്പം ശക്തമായിരുന്നു. അതാണ് അഖബയിൽ വെച്ച് നടന്നത്. അവിടെയാണ് ജംറത്തുൽ അഖബ ഉള്ളത്. അവിടെ ഒരു വലിയ വൃക്ഷമുണ്ടായിരുന്നു. ആ വൃക്ഷത്തെക്കുറിച്ച് ഖുർആൻ പരാമർശിക്കുന്നുണ്ട്. ആ സ്ഥലത്ത് പിന്നീട് പിൽക്കാലത്ത് അമവി ഖലീഫുമാർ ഒരു പള്ളി പണിതിരുന്നു, മസ്ജിദുൽ ബൈഅ എന്ന പേരിലുള്ള പള്ളി. ആ പള്ളിയുടെ അവശിഷ്ടങ്ങൾ അടുത്ത കാലത്ത് അവിടെ വെച്ച് കണ്ടെടുക്കപ്പെട്ടിട്ടുണ്ട്. ഞാൻ പറഞ്ഞു വന്നത് അതൊന്നുമല്ല, മറിച്ച് അവിടെ ഒരു ചരിത്രം നടന്നിട്ടുണ്ട്. ആ ചരിത്രം വിജയത്തിന്റെ ചരിത്രമായി. അല്ലാഹുവിന്റെ റസൂലിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല നീണ്ട 10 വർഷം പരീക്ഷിച്ചു. ശക്തമായ പരിശോധന. നമ്മുടെ താഴത്തിലേക്ക് യാത്ര പോയപ്പോൾ, താഴത്തിൽ നിന്ന് മടങ്ങി വന്നപ്പോൾ ഹറമിന് ചുറ്റുമുള്ള തിരുമേനി വസിച്ച സ്ഥലങ്ങളൊക്കെ ഇങ്ങനെ പോയി കണ്ടപ്പോൾ നബി തിരുമേനിയുടെ ഗ്രാമവും നബി തിരുമേനിയുടെ വീടും നബി തിരുമേനി സഹവസിച്ച സ്ഥലങ്ങളുമൊക്കെ പോയി കണ്ടപ്പോൾ ഒരുപാട് ചരിത്രങ്ങൾ നമ്മളായി പറഞ്ഞു. 10 വർഷക്കാലം വിശേഷിച്ചും നിങ്ങൾ ഓർക്കുന്നുണ്ടാകും, ഷഅബി അബി താലിബ് എന്ന കുഞ്ഞിനെ കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉപരോധത്തിലായിരുന്നു. നബി തിരുമേനി മാത്രമല്ല, നബി തിരുമേനിയുടെ പേരിൽ നബിയുടെ കുടുംബക്കാരായി എന്ന പേരിൽ മുസ്ലിങ്ങൾ പോലുമല്ലാത്ത അബൂ താലിബിന്റെ മക്കൾക്ക് ഉപരോധമുണ്ടായി. ആ ശക്തമായ ഉപരോധം, അതടക്കമുള്ള അതിശക്തമായ പ്രതിസന്ധികൾ, തന്റെ ജീവൻ മുശ്രിക്കുകൾ എടുത്തുകൊണ്ടു പോകുമെന്ന് ഉറപ്പായ ഒരു ഘട്ടം നമുക്കറിയാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആശിച്ചുപോയി, ആഗ്രഹിച്ചുപോയി ഹിജ്റ പോകാം. പക്ഷേ നബിക്ക് അല്ലാഹുവിനോട് ആവശ്യപ്പെട്ടുകൂടാ. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മഅ്മൂറാണ്, കൽപ്പിക്കപ്പെട്ടവനാണ്. പ്രവാചകനായി അല്ലാഹു തിരഞ്ഞെടുത്ത നബിക്ക് അങ്ങോട്ട് ഇങ്ങനെയുള്ളൊരാവശ്യം പറഞ്ഞുകൂടാ. പക്ഷേ നബിയുടെ ഉള്ളിലുള്ള ആഗ്രഹം അല്ലാഹു തിരിച്ചറിഞ്ഞു. അങ്ങനെയാണ് അഖബ ഉടമ്പടികൾ ഉണ്ടാകുന്നത്. ആ അഖബ ഉടമ്പടിയുടെ പശ്ചാത്തലത്തിലാണ് ഹിജ്റ ഉണ്ടാകുന്നത്. ആ ഹിജ്റ ചെയ്യുന്ന നാട്ടിലേക്കാണ് ഇനി നമുക്ക് പോകാനുള്ളത്. ഇൻഷാ അല്ലാഹ് അല്ലാഹു യാത്ര എളുപ്പമാക്കി തരുമാറാകട്ടെ. ഞാൻ പറഞ്ഞു വന്നത്, അത്തരത്തിലുള്ള വലിയ വിജയത്തിന്റെ കാഹളം മുഴക്കിയ ഭൂമിയിലാണ് ഞാനും നിങ്ങളും ഉള്ളത്. നമ്മൾ ഇന്നും വിളിച്ചു അല്ലാഹു അക്ബർ. പക്ഷേ നമ്മളൊക്കെ നമ്മുടെ ഹൃദയത്തോട് ചോദിക്കണം, നമുക്ക് അല്ലാഹു അക്ബർ വിളിക്കാനായിട്ടുണ്ടോ എന്ന്. ഇബ്രാഹിം അലൈഹിസ്സലാം വിളിച്ച അല്ലാഹു അക്ബർ, മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം വിളിച്ച അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ ഒരു വിജയത്തിന്റെ മന്ത്രമായിരുന്നു, വിജയത്തിന്റെ അശരീരിയായിരുന്നു. ആ മന്ത്രം മുഴക്കാൻ എനിക്കും നിങ്ങൾക്കും സമയമായിട്ടുണ്ടോ എന്നാണ് ഈ മരുഭൂമിയിൽ നിന്ന് തിരിച്ചു പോകുന്നതിന് മുമ്പ് ഞാനും ഇവിടുന്ന് പോകുമ്പോൾ നമുക്ക് സങ്കടമുണ്ട്, നമുക്ക് ക്ഷോഭമുണ്ട്, നമുക്ക് വല്ലാത്ത പ്രയാസമുണ്ട്. ഏതാനും രാത്രികൾ മാത്രമാണ് നമ്മളുടെ ചെലവഴിച്ചതെങ്കിൽ പോലും ആ രാത്രി നമ്മെ വല്ലാതെ സ്വാധീനിച്ചിരിക്കും. ഒരു സൗകര്യവും ഇവിടെ ഉണ്ടായിട്ടില്ല എന്ന് എല്ലാവർക്കും അറിയാം. പക്ഷേ സൗകര്യങ്ങളല്ല ജീവിതത്തിൽ പ്രധാനം എന്ന് നമ്മൾ തെളിയിച്ചിരിക്കുന്നു. അല്ലാഹു ആ രീതിയിൽ ജീവിക്കാൻ നമുക്ക് അന്ത്യം വരെ തൗഫീഖ് നൽകുമാണ്. ഇന്നലെ കല്ലെറിഞ്ഞു വരുമ്പോൾ നമ്മൾ ഓർക്കുന്നുണ്ടാകും, നമ്മൾ മസ്ജിദുൽ ഖൈഫിൽ കയറി 2 നമസ്കാരങ്ങൾ നിർവഹിച്ചു. മഗ്രിബും ഇശയുമാണ്. ആരെങ്കിലും ഓർത്തോ എന്നറിയില്ല, മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ഹജ്ജിന് വന്നപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമസ്കരിച്ച സ്ഥലത്താണ് നമ്മൾ നമസ്കരിച്ചത്. അവിടെയായിരുന്നു അല്ലാഹുവിന്റെ റസൂൽ തമ്പടിച്ചത്. അവിടെയാണ് നാം ഇന്നലെ നമസ്കാരങ്ങൾ നിർവഹിച്ചത്. കല്ലെറിഞ്ഞ് തിരിച്ചു വരുമ്പോൾ നമുക്ക് വലിയ ക്ഷീണമുണ്ടായിരുന്നു, നമ്മുടെ കാലിന് വേദനയുണ്ടായിരുന്നു, ഒരുപാട് ദൂരം നടക്കാനുണ്ടായിരുന്നു. പക്ഷേ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ആ പള്ളിയിൽ കയറി ആ വികാരത്തോടുകൂടി 2 നമസ്കാരം കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ നമ്മുടെ മുഖത്തൊക്കെ വല്ലാത്ത ആഹ്ലാദമായിരുന്നു, സന്തോഷമായിരുന്നു. വേദനയുണ്ടെങ്കിലും, ശാരീരികമായ വേദനയുണ്ടെങ്കിൽ പോലും
നമ്മൾ അനുഭവിച്ച ആത്മീയമായ സന്തോഷത്തിന്റെ പ്രതീകമായിരുന്നു നമ്മുടെ മുഖം. അല്ലാഹു നമ്മുടെ എല്ലാ അമലുകളും സ്വീകരിക്കുമാറാണ്. സഹോദരങ്ങളെ, ഈ സന്ദർഭത്തിൽ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഒരുമിച്ച് ആലോചിക്കേണ്ടതുണ്ട്. ചില ചിതറിയ ചിന്തകൾ മാത്രമാണ് ഞാൻ പറഞ്ഞുപോയത്. ഈ ചിന്തകളൊക്കെ ഞാൻ പറയുന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ, നമ്മൾ വന്ന ലക്ഷ്യം നമ്മൾ മറന്നു പോകാതിരിക്കാനാണ്. നമ്മളിങ്ങോട്ട് വന്നത് ഒരു വിനോദയാത്രയായിരുന്നില്ല. ഒരുപാട് നാടുകളുണ്ട് നമുക്ക് വിനോദയാത്ര പോകാം. ഇതിനേക്കാൾ പൈസ കുറഞ്ഞ് സാമ്പത്തിക ബാധ്യത കുറച്ചുള്ള ഒരുപാട് യാത്രകൾ നമ്മളൊക്കെ നടത്തിയിട്ടുണ്ട്. ഒരുപാട് സ്ഥലങ്ങളുണ്ട് കണ്ണു നിറയെ കാണാനുള്ളത്. നമ്മൾ വന്നതൊരു വിനോദയാത്രയായിരുന്നില്ല. നമുക്കറിയാം നമ്മുടെ യാത്രയുടെ പ്രത്യേകത എന്തായിരുന്നു എന്ന്. ആ യാത്രയുടെ പ്രത്യേകതയാണ് യഥാർത്ഥത്തിൽ ഹജ്ജിന്റെ രഹസ്യങ്ങൾ നമ്മളോട് പറയുന്നത്. ഹജ്ജിന് ഒരുപാട് രഹസ്യങ്ങളുണ്ട്. ആ രഹസ്യങ്ങളിൽ പലതും ഇപ്പോൾ നാം അറിഞ്ഞു, അനുഭവിച്ചു, ആസ്വദിച്ചു. ഇനിയുമുണ്ട് നമ്മൾ അനുഭവിക്കാത്ത, ആസ്വദിക്കാത്ത പലതും. നമ്മുടെ മെന്റൽ സ്റ്റേജ് അനുസരിച്ചാണ് യഥാർത്ഥത്തിൽ, നമ്മുടെ മാനസികാവസ്ഥ അനുസരിച്ചാണ് യഥാർത്ഥത്തിൽ ആ രഹസ്യങ്ങളൊക്കെ നമ്മുടെ ഉള്ളിലേക്ക് കടന്നു വരുന്നത്. ഇത് മാത്രമല്ല, ഏതായിരുന്നാലും ശരി, ഏതൊരു വസ്തുവിനെയും എന്തുമാത്രമാണ് നമ്മുടെ ഉള്ളിലേക്ക് നാം പ്രവേശിക്കുന്നത് അതിനനുസരിച്ചായിരിക്കും അതിന്റെ മധുരം നമുക്ക് ലഭിക്കുക. ഹജ്ജും യഥാർത്ഥത്തിൽ അങ്ങനെ തന്നെയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ രഹസ്യങ്ങളെ അറിയാൻ വേണ്ടി തന്നെയാണ് നമ്മളെ ഇങ്ങോട്ട് കൊണ്ടുവന്നത്. അത് അല്ലാഹു പറയുന്നുണ്ട്, ലിയശ്ഹദൂ മനാഫിഅ ലഹും. ഹജ്ജിനെ കുറിച്ച് പറഞ്ഞിട്ട് അല്ലാഹു പറഞ്ഞൊരു വാചകം അതാണ്, ലിയശ്ഹദൂ മനാഫിഅ ലഹും. ഒരുപാട് കാര്യങ്ങൾ, ഒരുപാട് ഉപകാരങ്ങൾ, ഒരുപാട് ഗുണങ്ങൾ നിങ്ങൾക്ക് ഇവിടെ നിന്ന് ലഭിക്കേണ്ടതുണ്ട്. അത് ലഭിക്കാൻ വേണ്ടി ആണ് കൊണ്ടുവന്നത്. നമ്മളിവിടെ വന്നപ്പോൾ നമ്മൾ മക്ക എന്ന പ്രദേശത്തിന്റെ അതില് ശ്രേഷ്ഠതയെക്കുറിച്ച് നമ്മളൊരു ദിവസം മുഴുവൻ സംസാരിച്ചു. 1-2 ദിവസം സംസാരിച്ചു. അന്ന് ഞാനത് സംസാരിച്ചത് കരുതിക്കുട്ടിയായിരുന്നു. നമ്മുടെ ഉള്ളിലേക്ക്, നമ്മളുടെ പ്രദേശത്തിന്റെ ശ്രേഷ്ഠത ഉള്ളിലേക്ക് കടന്നു വരണം. ഉള്ളിലേക്ക് കടന്നു വരുമ്പോൾ മാത്രമാണ് യഥാർത്ഥത്തിൽ നമുക്ക് നമ്മുടെ വിവാദത്തിനെ അനുഭവിക്കാനും ആസ്വദിക്കാനും സാധിക്കുക. ഞാൻ പറഞ്ഞല്ലോ ഇന്നലെ, നമ്മുടെ ബുദ്ധി കൊണ്ടും നമ്മുടെ ഹൃദയം കൊണ്ടും നമ്മൾ ഈ വിവാദത്തിനെ അറിയുമ്പോൾ മാത്രമാണ് വിവാദത്തിനെ നമുക്ക് ആസ്വദിക്കാൻ സാധിക്കുക. നമ്മുടെ പ്രശ്നം അതാണ്. നമ്മൾ ഇതുവരെ നമ്മുടെ വിവാദത്തുകളെ ബുദ്ധി കൊണ്ടും ഹൃദയം കൊണ്ടും മനസ്സിലാക്കാൻ ശ്രമിച്ചിട്ടില്ല എന്നതാണ്, അറിയാൻ ശ്രമിച്ചിട്ടില്ല എന്നതാണ്. അതാണ് ഹജ്ജിൽ നിന്ന് നമ്മൾ തുടങ്ങേണ്ടത്. സഹോദരങ്ങളെ, ഈ പ്രദേശം മാത്രമല്ല, നാം കഴിഞ്ഞുപോയ ദിവസങ്ങൾ വളരെ പവിത്രമായില്ല. ഇന്നടക്കം ഇന്ന് ദുൽഹജ്ജ് 13ാമത്തെ ദിവസമാണ്. അയ്യാമത്തെ ശരീഫിലെ അവസാനത്തെ ദിവസമാണ്. ഏറ്റവും പവിത്രമായ ദിവസങ്ങളിലെ അവസാനത്തെ ദിവസമാണ് ഈ ദിവസം. നമ്മൾ ഓർക്കണം, ഈ പ്രദേശത്തിന്റെയും ഈ ദിവസത്തിന്റെയും മഹത്വവും വികാരവും വിചാരവും ഉൾക്കൊള്ളാതെയാണ് നാം ജീവിക്കുന്നതെങ്കിൽ, നാം ഇവിടെ തിരിച്ചു പോകുന്നതെങ്കിൽ, നാം ഇവിടെ ഉള്ളതെങ്കിൽ, നാം ആണ് ഏറ്റവും വലിയ നഷ്ടക്കാർ. അറിയണം, നമ്മളിവിടെ വന്നത് ചായ കുടിക്കാനല്ല, നമ്മളിവിടെ വന്നത് ഭക്ഷണം കഴിക്കാനല്ല, നമ്മളിവിടെ വന്നത് ഭൗതികമായ ഏതെങ്കിലും സൗകര്യങ്ങളെ കുറിച്ച് അറിയാനോ അന്വേഷിക്കാനോ അല്ല. മറിച്ച് നമ്മളിവിടെ വന്നത് ഏറ്റവും ശക്തമായ മറ്റൊരു ഉദ്ദേശത്തിന് വേണ്ടിയായി. ആ ഉദ്ദേശം പൂർത്തിയായോ ഇല്ലയോ എന്നതാണ് നാം ഇന്ന് പരിശോധിക്കേണ്ടത്. സഹോദരങ്ങളെ, വളരെ കൃത്യമായി നാം മനസ്സിലാക്കണം. ഇമാം ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് വിശദീകരിക്കുന്നു ഹജ്ജിനെ കുറിച്ച്. അദ്ദേഹം പറയുന്നുണ്ട്, റിഹ്ലത്തുൽ ഹജ്ജ് വൽ ഉംറ ലൈസത് റിഹ്ലത്തു അബ്ദാൻ ഫഖത്ത്. ഹജ്ജിനും ഉംറയ്ക്കും വന്നിട്ടുള്ള യാത്ര അതൊരു ഫിസിക്കൽ യാത്രയല്ല, ഒരിക്കലുമല്ല. മറിച്ച് അതിനെക്കുറിച്ച് നാം അറിയേണ്ടത് അത് ഒരു ആത്മീയമായ യാത്രയാണ്. റിഹ്ലത്തുൽ റൂഹിയ്യയാണ്, റിഹ്ലത്തു അർവാഹി വഖുലൂബ് എന്നാണ് ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് പറഞ്ഞത്. ഇസ്ലാമിക ഫിലോസഫിയിൽ ഇസ്ലാമിക ഇബാദത്തുകളെ കുറിച്ച് ഏറ്റവും കൂടുതൽ സംസാരിച്ച മഹാപണ്ഡിതനാണ് ഇബ്നുൽ ഖയ്യിം. അദ്ദേഹം പറയുന്നത് ഹജ്ജിന് വേണ്ടിയുള്ള യാത്രയെക്കുറിച്ച് പറയുന്നത് റിഹ്ലത്തു അർവാഹിൻ വഖുലൂബ്. യാത്ര നടത്തിയത് നമ്മുടെ ശരീരമല്ല, മറിച്ച് നമ്മുടെ റൂഹാണ്. നാം എന്ന് പറയുന്നത് തന്നെ നമ്മുടെ ശരീരമല്ല, നമ്മുടെ ആത്മാവാണ്. നമ്മളത് തിരിച്ചറിയുന്നത് എപ്പോഴാണെന്ന് വെച്ചാൽ വളരെ വൈകിയാണ് തിരിച്ചറിയാം. എന്റെ ഉപ്പ മരിച്ചു കിടക്കുമ്പോൾ എന്റെ നാട്ടിലെല്ലാവരും ബഹുമാനിക്കുന്ന ഒരാളായിരുന്നു എന്റെ ഉപ്പ. ഒരുപാട് തലമുറകളെ ഖുർആൻ പഠിപ്പിച്ച ഒരു വലിയ മനുഷ്യനായിരുന്നു അദ്ദേഹം. എഴുതാൻ പഠിപ്പിച്ച വലിയ മനുഷ്യനായിരുന്നു അദ്ദേഹം. അദ്ദേഹം മരിച്ചു കിടക്കുമ്പോൾ അതുവരെ ബഹുമാനിച്ച് ആദരിച്ച് അദ്ദേഹത്തെ വിളിച്ച ആളുകൾ
പിന്നീട് ചോദിച്ചത് എപ്പോഴാ മയ്യത്തെടുക്കുകയാണ്. ഞാൻ ചിന്തിച്ചുപോയി അവിടെ വെച്ച്, എന്തുകൊണ്ടാണ് എന്റെ ഉപ്പയുടെ പേര് വരെ മാറ്റിയത് മയ്യത്ത് എന്നാക്കിയത്? അദ്ദേഹത്തിന്റെ റൂഹ് നഷ്ടപ്പെട്ടതാണ്. റൂഹാണ് നാം, നമ്മുടെ ശരീരമല്ല നാം. നമ്മൾ പക്ഷേ ഏറ്റവും കൂടുതൽ പണം ചെലവഴിക്കുന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ കോസ്മെറ്റിക്സുകൾക്കായിരിക്കും, ക്രീമുകൾക്കായിരിക്കും, അല്ലെ? നമ്മുടെ ശരീരത്തിന്റെ ബാഹ്യമായ ചില സംഗതികൾ നന്നാക്കിയെടുക്കാനായി. ഈ സഹോദരങ്ങൾ നമുക്ക് തെറ്റിയിട്ടുണ്ട്. നമ്മളേറ്റവും കൂടുതൽ കോസ്മെറ്റിക്സുകൾ ഉപയോഗിക്കേണ്ടത് നമ്മുടെ റൂഹിന് വേണ്ടിയായിരിക്കും, നമ്മുടെ കൽബുകൾക്ക് വേണ്ടിയായിരിക്കും. നമ്മൾ പണം ചെലവഴിക്കേണ്ടത് നമ്മുടെ റൂഹിനും കൽബിനും വേണ്ടിയായിരിക്കും. നമ്മൾ യാത്ര നടത്തിയ ഈ യാത്ര, ഹജ്ജിന്റെ യാത്ര, നമ്മൾ അങ്ങനെയല്ല നമ്മുടെ ഉള്ളിലുള്ളതെങ്കിൽ ഈ മിനയിലെ ടെന്റിൽ നിന്ന് തിരിച്ചു പോകുന്നതിന് മുമ്പെങ്കിലും നമുക്കൊരു മാറ്റമുണ്ടാകും. നമ്മൾ പറയണം നമ്മളോട്, ഈ യാത്ര ഒരു ഭൗതിക യാത്രയായിരുന്നില്ല, മറിച്ച് ആത്മാവിന്റെ യാത്രയായിരുന്നു, ഹൃദയം കൊണ്ടുള്ള യാത്രയായിരുന്നു. അള്ളാഹു കൊടുത്ത് നമ്മളെ ഉൾപ്പെടുത്തിയ ഈ യാത്രയെ, ഇസ്ലാം പറഞ്ഞ യാത്രയാണ്. ഈ യാത്രയെ ഇസ്ലാമിക പണ്ഡിതന്മാർ പറഞ്ഞത് രഹ്ലത്തുൻ റബ്ബാനിയ എന്നാണ്. റബ്ബാനിയ, ആ പദം ഒരു പക്ഷേ ധാരാളം കേട്ടിട്ടുണ്ടാകും. റബ്ബാനിയ എന്നാണ് രഹ്ലത്തുൻ റബ്ബാനിയ, അഥവാ റബ്ബിലേക്കുള്ള യാത്രയാണ്. നാം നടത്തിയത് റബ്ബിലേക്കുള്ള യാത്രയാണ്. എന്താണ് റബ്ബിലേക്കുള്ള യാത്രയിൽ നമുക്ക് കിട്ടേണ്ടത്? അത് ഹജ്ജിനെ കുറിച്ച് പറഞ്ഞ് അവസാനിപ്പിച്ചെടുത്ത് പറഞ്ഞത്, നിങ്ങൾക്കൊരു ദീർഘമായ യാത്രയുണ്ട്. തസവ്വദു, സാദ് എന്ന് പറഞ്ഞാൽ യാത്രയിൽ കൊണ്ടുപോകേണ്ട സാധനങ്ങളുടെ പേരാണെന്ത്? എന്ത്? വല്ലാത്ത രസമാണ് ഖുർആന്റെ പദങ്ങളൊക്കെ. നമ്മൾ ഖുർആന്റെ ഉള്ളിലേക്ക് ഇറങ്ങിച്ചെല്ലാം ഖുർആനെ അറിയാൻ ആരും ഉണ്ടാകാൻ പാടില്ല. നമുക്ക് എല്ലാവരും ശ്രദ്ധിക്കണം. തസവ്വദു, സാദ് എന്ന് പറഞ്ഞാൽ യാത്രയിൽ കൊണ്ടുപോകേണ്ട സാധനങ്ങളാണ്. നല്ല പറയാം, അതിനെക്കുറിച്ച് പറഞ്ഞിട്ട് തസവ്വദു, നിങ്ങൾക്കൊരു വലിയ യാത്ര നടത്താൻ, ആ യാത്രയിലേക്ക് വേണ്ട ചില സാധനങ്ങൾ നിങ്ങൾ സംഘടിപ്പിക്കേണ്ടതുണ്ട്. നിങ്ങളുടെ പെട്ടി നിങ്ങൾ കെട്ടേണ്ടതുണ്ട്. നിങ്ങളുടെ ലഗേജുകൾ നിങ്ങൾ ഭദ്രമാക്കണം. ആ യാത്രാ സാധനങ്ങളിൽ ഏറ്റവും പ്രധാനമായത് അതാണ് നമ്മൾ നോക്കേണ്ടത്. അതാണ് നമുക്ക് കിട്ടേണ്ട ഒന്നാമത്തേത്. അതായിരിക്കും. രണ്ടാമത്തേത് ഈ രഹ്ലത്തുൽ റബ്ബാനിയ. നമുക്ക് ചില പദങ്ങൾ ഞാൻ ആവർത്തിച്ച് പറയുന്നത് ജീവിതത്തിൽ ഒരിക്കലും നിങ്ങൾ ആ പദങ്ങൾ മറക്കാതിരിക്കാൻ, ഒരിക്കലും മറക്കരുത്. ഞാൻ ഒരുപാട് വീണ്ടും ഞാൻ ആവർത്തിച്ചു പറഞ്ഞു. ഈ യാത്രയുടെ പേര് രഹ്ലത്തു അബ്ദാൻ എന്നല്ല, ഒരു ഫിസിക്കൽ ജേർണിയല്ല. രഹ്ലത്തു അബ്ദാൻ അല്ല, ഇത് രഹ്ലത്തു അർവാഹ് ആണ്. രഹ്ലത്തു അർവാഹ്, റൂഹിന്റെ ബഹുവചനമാണെന്ന് അർവാഹ്. ഇത് രഹ്ലത്തു ഖുലൂബാണ്. രഹ്ലത്തു ഖുലൂബ്, ഖൽബിന്റെ ബഹുവചനമാണ് ഖുലൂബ്. ഇത് രഹ്ലത്തുൻ റബ്ബാനിയയാണ്, അല്ലാഹുവിലേക്കുള്ള യാത്രയാണ്. അതുകൊണ്ട് തന്നെ നാം ഓർക്കേണ്ടത്, ഈ യാത്രയിൽ നമുക്ക് രണ്ടാമതായി കിട്ടേണ്ടത് ഈമാനാണ്. യാത്രയ്ക്ക് ശേഷം നമുക്ക് കിട്ടേണ്ട ഏറ്റവും വലുത് ഈമാൻ. തൗഹീദാണ് ഈമാനിന്റെ അടിസ്ഥാനം. തൗഹീദുണ്ടെങ്കിലേ ഈമാൻ ഉണ്ടാവും. തൗഹീദുണ്ടെങ്കിലേ ഈമാൻ ഉണ്ടാവും. അള്ളാഹുവിനോട് നമുക്ക് തോന്നേണ്ടത് സ്നേഹമാണെന്ന് നമ്മൾ പറഞ്ഞത്. അള്ളാഹുവിനോട് തോന്നേണ്ട സ്നേഹത്തെക്കുറിച്ചാണ് നമ്മൾ 1-2 ദിവസം വിശദമായി മക്കയിൽ വെച്ച് സംസാരിച്ചത്. അത് സംസാരിച്ചത് എന്തിനായിരുന്നു ചോദിച്ചാൽ ഈമാൻ ഉണ്ടാകാൻ വേണ്ടി. ഈമാൻ ഉണ്ടാകാൻ വേണ്ടി. ഈമാൻ എന്ന് പറയുന്നത് എനിക്ക് നിങ്ങളിൽ തോന്നുന്ന നിർഭയത്വ ബോധത്തിന്റെ പേരാണ് ഈമാൻ. നിങ്ങൾ എന്നെ കൈപിടിച്ചാൽ നിങ്ങൾ എന്നെ വീഴ്ത്തുകയില്ല എന്ന് എനിക്ക് തോന്നുന്നുവെങ്കിൽ അതാണ് ഈമാൻ. നിങ്ങളുടെ കൂടെ ഞാനൊരു പങ്കാളിയിൽ ചേർന്നാൽ നിങ്ങൾ എന്നെ വഞ്ചിക്കുകയില്ല എന്ന് തോന്നുന്നുവെങ്കിൽ അതാണ് ഈമാൻ. അതാണ് ഈമാൻ. ആ ഈമാൻ ഉണ്ടാകേണ്ടത് സ്നേഹത്തിൽ നിന്നാണ്. പരസ്പരം സ്നേഹിക്കുമ്പോഴാണ് ആ നിർഭയത്വ ബോധം വരുന്നത്. നിങ്ങൾ ആലോചിച്ചു, ഏതോ 2 കുടുംബത്തിലുണ്ടായിരുന്ന 2 കുട്ടികൾ തമ്മിൽ ഭാര്യ ഭർത്താക്കന്മാരായി മാറുന്നു. അങ്ങനെ വന്നവരാണ് നമ്മളൊക്കെ. നമുക്കറിയില്ലായിരുന്നു ആരാണ്. 1, 2, 3 രാത്രികൾ കഴിഞ്ഞപ്പോൾ നമുക്കിടയിൽ ഉണ്ടായൊരു ബോണ്ടില്ലേ, ആ ബോണ്ടിന്റെ പേരാണ് ഈമാൻ. ആ ബോണ്ട് സ്നേഹത്തിൽ നിന്നാണെങ്കിൽ അതൊരിക്കലും പിന്നെ നഷ്ടപ്പെടുകയില്ല. അതുകൊണ്ട് അള്ളാഹുവുമായുള്ള ബോണ്ടാണ് ഈമാൻ. ആ ഈമാൻ സ്നേഹത്തിൽ നിന്നുണ്ടാകണം. ആ ഈമാനിന്റെ അടിസ്ഥാനം തൗഹീദാണ്. നമുക്ക് കിട്ടിയ വലിയ ഒരു ഗുണം അതാണ്. നമ്മൾ മുവഹിദുകളായി, അള്ളാഹു മാത്രമാണ് ഇലാഹ് എന്ന് പറയുന്നവരായി, അള്ളാഹുവിനോട് മാത്രമേ ദുആ ചെയ്യാവൂ എന്ന് പറയുന്നവരായി,
അള്ളാഹുവിനോട് മാത്രമേ ഇസ്തിഗാസ നടത്താവൂ എന്ന് പറയുന്നവരായി. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നമ്മുടെ ടെണ്ടിലുണ്ടായ ഒരു ഇൻസിഡന്റ് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും. നമ്മൾ തൽബിയത്ത് ചൊല്ലുമ്പോൾ ടെന്റിന്റെ മൂലയിൽ നിന്ന് നമ്മൾ കേട്ടത് ആരോടോ ഒക്കെ പ്രാർത്ഥിക്കുന്ന ചില വരികളായി. നമ്മൾ അറിഞ്ഞില്ലേ, കേട്ടില്ലേ? അത് നിങ്ങൾ ആലോചിച്ചു. ഞാൻ അവിടെ നിന്ന് ആലോചിച്ചത് നമ്മളെ എന്തുമാത്രം വലിയ ഭാഗ്യവാന്മാരാണ്. അല്ലാഹു അക്ബർ എന്നും ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നും വിളിക്കേണ്ട ഈ മരുഭൂമിയുടെ ഒരു മൂലയിൽ വന്നിരുന്ന് അല്ലാഹു അല്ലാത്തവരോട് പ്രാർത്ഥിക്കാൻ എന്തുമാത്രം ധൈര്യം വേണം. അതിന് നിങ്ങൾ ആലോചിച്ചു. നമ്മളെത്ര വലിയ ഭാഗ്യവാന്മാരാണെന്ന് ആലോചിച്ചു നോക്കുക. നമ്മളറിയണം, ആ തൗഹീദാണ് യഥാർത്ഥത്തിൽ ഈമാനിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത്. തൗഹീദില്ലാത്തവർക്ക് ഈമാൻ ഭദ്രമാവുകയില്ല. അവർക്ക് ഭയം വരും, എല്ലാത്തിനെയും ഭയം വരും. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ചിലർക്ക് നൂലുകളെ ഭയമാണ്, അല്ലെ? ചിലർക്ക് ചില കയ്യിൽ കെട്ടിയ നൂലുകളെ ഭയമാണ്. ചിലർക്ക് ചില കള്ളി വരച്ചതിൽ അറബിയിൽ അക്ഷരം എഴുതിയ കടലാസിനെ ഭയമാണ്. എന്താ കാരണം? ഈ ഭൂമിയിൽ വെച്ചാണ് ഇബ്രാഹിം അലൈഹിസ്സലാം അത് പ്രഖ്യാപിച്ചത്. ഇബ്രാഹിം അലൈഹിസ്സലാമിന് ആളുകൾ ഇതൊക്കെ പറഞ്ഞ് പേടിപ്പിച്ചു. അപ്പൊ ഇബ്രാഹിം അലൈഹിസ്സലാം തിരിച്ചു ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, നിങ്ങൾ എന്നെ അള്ളാഹുവല്ലാത്ത വസ്തുക്കളെ കൊണ്ട് പേടിപ്പിക്കുകയാണ്. എനിക്ക് പേടിയില്ല. അള്ളാഹുവല്ലാതെ നിങ്ങൾ വെച്ചു പുലർത്തിക്കൊണ്ടിരിക്കുന്ന ഈ ശിർക്കൻ വിശ്വാസങ്ങളുടെ അടിസ്ഥാനത്തിലുള്ള ഒരു ഭയവും എനിക്കില്ല എന്ന് ഇബ്രാഹിം അലൈഹിസ്സലാം പ്രഖ്യാപിച്ച മണ്ണാണ്. അതാണ് തൗഹീദ്. ആ തൗഹീദിൽ നിന്ന് കിട്ടേണ്ട ഈമാനാണ് നമുക്ക് ഇവിടെ നിന്ന് രണ്ടാമത് കിട്ടുന്നത്. മൂന്നാമത്തേത്, സഹോദരങ്ങളെ, ഈ യഥാർത്ഥത്തിൽ ഇത്തരത്തിലുള്ള ഒരു ചിന്ത വരുമ്പോൾ സ്വാഭാവികമായി അള്ളാഹു നമുക്ക് നൽകുന്ന ഒരു സമ്മാനമാണ് മഗ്ഫിറത്ത് എന്ന് പറയുന്നത്. തഖ്വയിലൂടെ, ഈമാനിലൂടെ നമ്മൾ മഗ്ഫിറത്തിലായി. നമ്മൾ ഉറപ്പിച്ചു. അറഫയിൽ നമ്മൾ മടങ്ങി വരുമ്പോ നമ്മൾ മുസ്ദലിഫയിൽ കിടന്നല്ലോ. മുസ്ദലിഫയുടെ അന്ന് രാവിലെ ഒരു 10 മിനിറ്റ് ഞാൻ നിങ്ങളോട് സംസാരിച്ചു എന്നാണ് എന്റെ ഓർമ്മ. അതായത് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും സന്തോഷമുള്ള ദിനം. 1445 ഈ ഹിജറ വർഷം. 2024 ക്രിസ്താബ്ദം. ഈ 2024 അല്ലെങ്കിൽ 1445 ദുൽഹിജ്ജയിലെ 10ാമത്തെ ദിവസം, ദുൽഹജ്ജ് 10. അതുവരെ നമ്മൾ ആ ദുൽഹജ്ജ് 10കളിലൊക്കെ തക്ബീറുകൾ വിളിച്ച് ഈദ്ഗാഹുകളിലോ പള്ളികളിലോ ആണ്, അല്ലേ, പെരുന്നാൾ ആഘോഷിക്കുകയാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, 1445 ഹിജറയ്ക്ക് ശേഷം 1445 ദുൽഹിജ്ജയിൽ നമ്മൾ തക്ബീർ വിളിച്ചത് പെരുന്നാളിന്റെ ആഘോഷമായിരുന്നു. മറിച്ച് അല്ലാഹു നമുക്ക് മഗ്ഫിറത്ത് നൽകി എന്ന കോൺഫിഡൻസിന്റെ ആഘോഷമാണ്. ആ വിളിച്ച തക്ബീർ ഭയങ്കരമായിരുന്നു. അന്നും രാവിലെ നമ്മൾ നമസ്കാരം കഴിഞ്ഞിട്ട് തക്ബീർ ചൊല്ലിയിട്ടുണ്ട്. ആ തക്ബീർ വല്ലാത്ത ഒരു കോൺഫിഡൻസിൽ നിന്ന് വന്ന തക്ബീറാണ്. എനിക്ക് അല്ലാഹു മഗ്ഫിറത്ത് നൽകിയിട്ടുണ്ട്. നമുക്ക് ഉറപ്പുണ്ട്, അറഫയിൽ ചെന്നു നിന്നാൽ നമുക്ക് അല്ലാഹു തീർച്ചയായും മഗ്ഫിറത്ത് നൽകിയിട്ടുണ്ട്. അല്ലാഹു ഭാഗ്യവാന്മാരിൽ നമ്മൾ ഉൾപ്പെടുത്തി അനുവദിക്കുന്നു. തഖ്വ നമ്മൾ ഓർക്കണം. ഈ ഓരോ സ്റ്റെപ്പും ഞാൻ പറയുന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ ഇനി വിട്ടുപോകാതിരിക്കാണ്. നമുക്കിനി ഇങ്ങനെ ഒരുമിച്ച് ചേർന്നിരുന്ന് പറയാനും ആലോചിക്കാനും സമയമില്ല. ആർക്കെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ എഴുന്നേറ്റ് പോകട്ടോ, ഒന്ന് ഉറങ്ങണമെന്നൊക്കെ തോന്നുന്നാരെങ്കിലും ഉണ്ടെങ്കിൽ എഴുന്നേറ്റ് പോകും. പക്ഷെ എനിക്കിത് പറഞ്ഞ് പൂർത്തിയാക്കേണ്ടതുണ്ട്. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല എന്നെ ഏൽപ്പിച്ച ഉത്തരവാദിത്തമാണ്. അതുകൊണ്ട് ഈ മഗ്ഫിറത്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടേണ്ടത് ഒരു നൂറാണ്, ഒരു പ്രകാശം കിട്ടും. ആ പ്രകാശം വല്ലാത്ത പ്രകാശമാണ്. ഞാൻ ആ പ്രകാശത്തെക്കുറിച്ച് നിങ്ങളോട് പറഞ്ഞിരുന്നു. ആ പ്രകാശത്തെക്കുറിച്ച് ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു. ഒരാളുടെ മുഖത്ത് ചൂണ്ടി ഞാനന്ന് പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ മുഖമൊന്ന് വിശാലമാണ്. എന്തോ ആശങ്കയുണ്ട് അദ്ദേഹത്തിന്. അദ്ദേഹത്തോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ തിരിച്ചു വരുന്ന ഈ മുഖത്തോടു കൂടിയല്ല, പ്രസാദത്തോടു കൂടി, സന്തോഷത്തിന്റെ മുഖത്തോടു കൂടിയാണ്. നമ്മുടെ മുഖത്തൊരു പ്രകാശമുണ്ട്. നമ്മുടെ മുഖത്ത് മാത്രമല്ല, നമ്മുടെ വലതുഭാഗത്തും ഇടതുഭാഗത്തും മുൻഭാഗത്തും പിൻഭാഗത്തുമൊക്കെ പ്രകാശം. ആ പ്രകാശം എന്തിനാണെന്നറിയാം? ആ പ്രകാശം നമുക്ക് അവസാനം പോകാനുള്ള ഒരു ബ്രിഡ്ജുണ്ട്. നമ്മൾ ഒരുപാട് ബ്രിഡ്ജിലൂടെ മക്കയിൽ കയറി ഇറങ്ങിയിട്ടുണ്ട്. ലോകത്തിന്റെ പല ഭാഗങ്ങളിലും പല പാലങ്ങളിലൂടെയും നമ്മൾ യാത്ര ചെയ്യും. അവസാനം നമുക്ക് പോകാനുള്ള ഒരു ബ്രിഡ്ജുണ്ട്. ആ ബ്രിഡ്ജിന്റെ പേരെല്ലാവർക്കും അറിയാമല്ലോ.
ആ ബ്രിഡ്ജിൽ കയറുന്ന രംഗം ഖുർആൻ പറഞ്ഞിരുന്നു. അന്ന് വിശ്വാസിയുടെ എല്ലാ ഭാഗങ്ങളിൽ നിന്നും പ്രകാശം ഇങ്ങനെ ജ്വലിക്കും. പിന്നിലുള്ളവർക്ക് ആ പ്രകാശം കാണും. ആ പ്രകാശം കണ്ട് പിന്നിലുള്ളവർ ഓടി വരും. നമ്മുടെ പ്രകാശത്തിൽ നിന്ന് കൊളുത്തിയെടുക്കാം. അവർ പറയും, ഒരു സമയം വെയിറ്റ് ചെയ്യും, പ്രതീക്ഷിക്കും, കാത്തു നിൽക്കും, ലക്തപിസ്പിന്നോടിക്കും, നിങ്ങളുടെ പ്രകാശത്തിൽ ഞങ്ങളൊന്ന് കൊളുത്തിയെടുക്കട്ടെ. പക്ഷെ നമുക്ക് അധികാരമില്ല. നമുക്ക് അധികാരം മരണം കഴിയുന്നതോടുകൂടി നമുക്ക് റൂഹ് എന്ന ഞാൻ എന്നിൽ നിന്ന് പോകുന്നതോടുകൂടി എന്റെ അധികാരം പിന്നെ ഞാനല്ല. ഞാൻ വല്ലാത്ത അത്ഭുതമാണ് റൂഹ് എന്ന് പറഞ്ഞത്. ഭയങ്കരമാണ്. ആ പ്രകാശം നമുക്ക്, ആ പ്രകാശത്തിന്റെ ഉടമകളായി നമുക്ക് പോകാൻ സാധിക്കണം. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലേ, നമ്മളിനി നാട്ടിൽ പോയാൽ ഈ ബാങ്ക് ബഹു അതാൻ കേൾക്കുന്നതിന് അതാന്റെ എത്രയോ മണിക്കൂറുകൾക്ക് മുമ്പ് നമസ്കാരം പ്രതീക്ഷിച്ച് ഹറമിലേക്ക് പോയവരല്ലേ നമ്മൾ, അല്ലേ? എത്രയോ മണിക്കൂറുകൾക്ക് ഒരു തരം അടിയും നമുക്കുണ്ടായില്ല. നമ്മൾ ഇറങ്ങി ഓടുകയായിരുന്നു. എന്തിനാ? ഹയ്യാലൽ സലാ, ഹയ്യാലൽ ഫലാ എന്ന വിളിക്കുത്തരം. സഹോദരങ്ങളെ, ഇനി അല്ലാഹു നമ്മളെ വല്ലാതെ പരിശോധിക്കും. ആ വിളി വല്ലാതെ നമ്മൾ കേൾക്കും. നമ്മൾ ആ വിളിക്ക് ഉത്തരം നൽകുന്നുണ്ടോ എന്ന് പരിശോധിക്കും. ആ വിളിക്ക് ഉത്തരം നൽകി പടിയിലേക്ക് നമ്മൾ നടക്കുമ്പോ അല്ലാഹുവിന്റെ റസൂൽ ചൊല്ലാൻ പഠിപ്പിച്ച ഒരു പ്രാർത്ഥന, വല്ലാത്ത പ്രാർത്ഥന. അത് മുഴുവൻ ഈ നൂറിനെ കുറിച്ചാണ്. അല്ലെ? അല്ലാഹുമ്മ ജഅൽ ഫീ ഖൽബി നൂറ. വല്ലാത്ത രസമുള്ള പ്രാർത്ഥനയാണ്. എല്ലാവരും അത് പഠിച്ചു. എന്നിട്ട് ഇനി അങ്ങോട്ട് ആ പ്രകാശം നിലനിൽക്കണം. അല്ലാഹുമ്മ ജഅൽ ഫീ ഖൽബി നൂറ വഫീ ബസ്രി നൂറ വഫീ സമഇ നൂറ അൻ യമീനി നൂറ അൻ യസാരി നൂറ അൻ ഫൗഖി നൂറ തഹ്തി നൂറ. അല്ലാഹുവിനോട് ചോദിക്കുന്നത്, എന്റെ ഹൃദയത്തിൽ പ്രകാശമുണ്ടാകണം. എന്റെ വലതുഭാഗത്ത്, എന്റെ കണ്ണിൽ, എന്റെ ചെവിയിൽ, എന്റെ ഇടതുഭാഗത്ത്, എന്റെ മുമ്പിൽ, എന്റെ പിമ്പിൽ. അവസാന ഒരു വാചകമുണ്ട്, വജഅൽ ലീ നൂറ. അല്ലാഹുവേ, പ്രകാശത്തെ നിശ്ചയിച്ചു കിട്ടണം. അതാണ് എല്ലാവരും ശ്രദ്ധിക്കണം. അതാണ് തഖ്വ കഴിഞ്ഞാൽ, ഈമാൻ കഴിഞ്ഞാൽ, മഗ്ഫിറത്ത് കഴിഞ്ഞാൽ, ഹജ്ജ് കഴിഞ്ഞ് പോകുമ്പോൾ നമുക്ക് കിട്ടേണ്ടത്. അതിനോട് പ്രകാശം. ഇതിനോട് വിട വാങ്ങുമ്പോൾ നമ്മൾ പരിശോധിക്കണം. നമ്മൾ കണ്ണാടിയിൽ പോയി നോക്കണം, നമ്മുടെ മുഖത്ത് ആ പ്രകാശം ഉണ്ടാവും. നമ്മുടെ പരിശോധന കണ്ണാടിയിലല്ലേ? അല്ലേ? നമ്മൾ പണ്ട് സ്കൂളിൽ പഠിക്കുമ്പോൾ ഗ്രൂപ്പ് എഴുതിയിട്ടുണ്ട്, എന്തായിരുന്നു? കണ്ണാടിയാണെന്ന് പറഞ്ഞാൽ എപ്പോഴും ചങ്ങാതി നന്നായാൽ കണ്ണാടി വന്നു. നമ്മൾ ഓരോ ചങ്ങാതിയോടും ചോദിക്കണം, എന്റെ മുഖത്ത് എങ്ങനെ? ഞാൻ സീരിയസ് ആയി പറയാം, തമാശ. എല്ലാവരോടും ചോദിക്കും, എന്റെ മുഖത്ത് എങ്ങനെയുണ്ട്? അല്ലാഹു പ്രകാശം നൽകി നമ്മെ ആദരിക്കുമാണ്. അപ്പൊ ഞാൻ ആ ദുആ ഞാൻ വെറുതെ പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ ഇനി അങ്ങോട്ട് അത് നമ്മളെല്ലാവരും പ്രാവർത്തികമാക്കാം. അത് പ്രാവർത്തികമാക്കുമ്പോഴാണ് ഈ പ്രകാശം യഥാർത്ഥത്തിൽ. സഹോദരങ്ങൾ, നമ്മളൊക്കെ മനസ്സിലാക്കണം, മനുഷ്യ ഇസ്ലാമികമായി ജീവിതത്തിൽ 2 പാർട്ടുകൾ. ഒന്നാമത്തേത് നമുക്കൊരു ലക്ഷ്യമാണ് നമ്മുടെ ലക്ഷ്യം. കൃത്യമായിട്ട് നമുക്ക് കാണാം. നമുക്ക് ലക്ഷ്യമുണ്ട്. ആ ലക്ഷ്യത്തിലേക്ക് എത്താനുള്ള മാർഗവും ഇസ്ലാമും ഇസ്ലാമല്ലാത്ത ഇസ്ലങ്ങളും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ, അവരുടെ ലക്ഷ്യം പൂർത്തിയാക്കാൻ അവർക്ക് എന്ത് മാർഗവും സ്വീകരിക്കാം. അങ്ങനെയാണ് നമ്മുടെ നാട്ടിൽ നക്സൽബാരികൾ ഉണ്ടായത്. അവർക്കറിയാൻ കൊല്ലാൻ പാടില്ല, പക്ഷെ അവർക്ക് മുതലാളിമാരെ ഇല്ലാതാക്കണം. അതിനെന്താ വഴി? മുതലാളിമാരെ കൊല്ലലാണ്. അങ്ങനെയാണ് ഒരുപാട് മുതലാളിമാരെ നക്സൽബാരികൾ. നമ്മളങ്ങനെ, നമ്മൾക്ക് ലക്ഷ്യവും നന്നാണ്, ഇസ്ലാമല്ലാത്ത എല്ലാ വിധങ്ങളും ലോകത്ത് പറഞ്ഞത് ലക്ഷ്യം നന്നായാൽ മാർഗം കരുതി വന്നത്.
നമ്മളങ്ങനെ നമ്മുടെ ലക്ഷ്യവും നന്നാവണം, മാർഗവും നന്നാവണം. നമ്മുടെ ലക്ഷ്യം വളരെ ക്ലിയറാണ്. മാർഗം അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. ഏതൊക്കെയാണ് നമ്മുടെ മാർഗം, എന്താണ് നമ്മുടെ മാർഗം? ആ മാർഗമാണ് നമ്മൾ ഇന്ന് നിസ്കരിച്ചപ്പോൾ, ഇന്നല്ല എന്നും പ്രാർത്ഥിച്ചില്ലേ, ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം. എന്താ സിറാത്തുൽ മുസ്തഖീം? അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് പറയുന്നുണ്ട്, ഒരുപാട് മാർഗങ്ങൾ നിങ്ങൾ കാണും. വലാ തത്തബിഉ സുബുൽ ഫതഫറഖ ബികും അൻ സബീലി. വലാ തത്തബിഉ സുബുൽ, ഒരുപാട് മാർഗങ്ങൾ നിങ്ങളുടെ മുമ്പിൽ നിങ്ങൾ കാണും. അതിലൂടെയൊക്കെ നിങ്ങൾ പോയാൽ എന്താ സംഭവിക്കുക? ഫതഫറഖ ബികും അൻ സബീലി, ഒറിജിനൽ മാർഗത്തിൽ നിന്ന് നിങ്ങൾ വ്യതിചലിച്ചു പോകും. മഹാഭൂരിപക്ഷം മുസ്ലിങ്ങൾക്കും പറ്റിയ അബദ്ധം അതാണ്. നല്ലൊരു ത്വരീഖത്തുണ്ടായിരുന്നു, ഒരു മാർഗമുണ്ടായിരുന്നു. അത് അല്ലാഹുവിന്റെ റസൂലിന്റെ ത്വരീഖത്താണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ ത്വരീഖത്ത് ആർക്കും വേണം. എല്ലാവരും ഇന്ന് പല പേരും വേറെ കുറെ പേരാവും, വേറെ പേരാവും. ഹജ്ജിന്റെ കർമ്മങ്ങൾ പോലും പറയുമ്പോൾ എല്ലാവരും ചോദിക്കണേ, ഇന്നയാളെന്താ പറഞ്ഞ്, ഇന്നയാളെന്താ പറഞ്ഞ്, ഇന്നയാളെന്താ പറഞ്ഞ്. നമ്മൾ പറയുന്നു ഖാല റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഹജ്ജ് ചെയ്തിട്ട് നമുക്ക് കാണിച്ചു, ഫിസിക്കലായിട്ട് ഹജ്ജ് ചെയ്ത് കാണിച്ചു. 1,00,000 അനുയായികൾ കൂടെ ഉണ്ടായിരുന്നു. വളരെ വൈകാരികമായാണ് നബി അവസാനത്തെ ദിവസം മിനയിൽ വെച്ച് പ്രഖ്യാപിച്ചത്. ഭയങ്കര വൈകാരിക വാക്കായിരുന്നു. ആ സംസാരത്തിന് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ചത് 87 ദിവസമാണ്. 87 ദിവസം. അന്ന് നബി പറഞ്ഞു, ലഅല്ലി ലാ അൽഖാകും ബഅദ ആമി ഹാദാ. ഈ ഭൂമിയിൽ നിന്ന് മിനയുടെ ഭൂമിയിൽ നിന്ന് ഇവിടെ പോകുന്നതിന് മുമ്പ് വിശ്വാസപ്പെടുന്ന അവസാനത്തെ വാക്കാണ്, ഒരുപക്ഷെ അടുത്ത കൊല്ലം നിങ്ങളുമായി കാണാൻ ഞാൻ ഉണ്ടായിക്കൊള്ളണമെന്നില്ല. അതുകൊണ്ട് ഖുദ് മനാസിക്കും, നിങ്ങളെ ഞാൻ ചെയ്ത ഹജ്ജിന്റെ കർമ്മങ്ങൾ കൃത്യം നിങ്ങൾ അടുത്ത സമൂഹത്തിന് എത്തിച്ചു കൊടുക്കണം. കൃത്യമായി എത്തിച്ചു. നമുക്കിന്ന് അത് വേണം. നമ്മളിന്ന് എളുപ്പങ്ങളുടെ പിന്നാലെയാണ്, നമുക്കത് വേണം. എളുപ്പങ്ങളുടെ പിന്നാലെ നമ്മൾ വിചാരിച്ചത് ഭയങ്കര എളുപ്പമാണ് ഇസ്ലാം. അല്ല, ഇസ്ലാം എളുപ്പമാണ്. പ്രാക്ടീസ് ചെയ്യുന്നവർക്ക് ഇസ്ലാം എളുപ്പമാണ്. ദീനു യുസ്റും എളുപ്പമാണ്. പക്ഷെ ഇസ്ലാമിനെ പ്രാക്ടീസ് ചെയ്യുന്നത് നമ്മൾ അങ്ങനെയല്ലേ ആലോചിക്കും. നമുക്ക് ഇനി ജീവിതത്തിൽ അങ്ങനെ ഒരു അബദ്ധം സംഭവിക്കും. ഇസ്ലാം സ്വർഗത്തെ കുറിച്ച് പറഞ്ഞത് ഹുഫത്തിൽ ജന്നത്തു ബിൽ മക്കാരിഹ്, സ്വർഗത്തിലേക്ക് പോകണമെങ്കിൽ സ്വർഗത്തിന് കുറെ മക്കാരിഹുകൾ. മക്കാരിഹുകൾ എന്ന് പറഞ്ഞാൽ നമുക്ക് അത്രയൊന്നും ഇഷ്ടമല്ലാത്ത കുറെ സമയം. ആലോചിച്ചിട്ടുണ്ടാവും, എന്തിനായിരുന്നു നമ്മൾ ഭയങ്കരമായ ചൂടുണ്ടായിട്ടും എല്ലാ സൗകര്യങ്ങളുമുള്ള ഹോട്ടൽ നമുക്കുണ്ട്, സുഖമായി ജീവിക്കാവുന്ന സ്ഥലമുണ്ട്. എന്നിട്ടും ഈ ഉഷ്ണത്തിൽ എന്തിനാണ് അവിടെ കഴിഞ്ഞുകൂടിയെന്ന ചോദ്യത്തിന് ഉത്തരമാണ്. ആർക്കൊരു പ്രയാസം തോന്നണ്ടേ? ആ മക്കാരിഹികളെ ഇഷ്ടപ്പെടുമ്പോൾ അല്ലാഹു നമ്മുടെ സ്വർഗത്തിൽ. ഞാൻ പറഞ്ഞു വന്നത്, നമുക്ക് ലക്ഷ്യം മാത്രം നന്നായി വരാം, നമ്മുടെ മാർഗവും നന്നാവും. അതാണ് ഹജ്ജ് നമ്മളെ പഠിപ്പിച്ച ഏറ്റവും വലിയ പാഠം. എന്താണ് നമ്മുടെ ലക്ഷ്യം? ലക്ഷ്യം സ്വർഗമാണ്, അല്ലെ? നമ്മൾ ഏറ്റവും കൂടുതൽ ചോദിച്ചത് എന്താ? ആണോ അല്ലേ? അല്ലല്ലേ? സ്വർഗമാണ് ചോദിച്ചത്. പക്ഷേ ആ സ്വർഗത്തിലേക്ക് എത്താനുള്ള മാർഗമാണ് അല്ലാഹു നമുക്ക് പറഞ്ഞത്. അതാണ് എന്ത്? തഖ്വ. അതാണെന്ത്? ഈമാൻ. അതാണെന്ത്? മഗ്ഫിറത്ത്. അതാണെന്ത്? നൂർ, പ്രകാശം. ആ പ്രകാശം കിട്ടിയിട്ടില്ല എന്ന് എനിക്ക് തോന്നുന്നു. ആ പ്രകാശമാണ് ഞാൻ പറഞ്ഞ പാലം, സിറാത്ത് പാലമാണ്. അങ്ങനെ പാലുണ്ടാവും. ആ പാലത്തിലേക്ക് നമ്മൾ പ്രവേശിച്ചു കഴിഞ്ഞാൽ ചില ആൾക്കാർ മിന്നൽ വേഗതയിൽ പോകുന്നവർ, ചില ആൾക്കാർ ചന്തിയൊക്കെട്ട് നിരങ്ങി ഇങ്ങനെ പോകും, നിരങ്ങി പോകും. ചില ആൾക്കാർ ആ പാലം വെച്ചത് നെരുക്കത്തിന്റെ മീതെയാണ്, അതിലേക്കാണ് പോകും. ഒരുപാട് വർണ്ണനകൾ ആ പാലത്തെ കുറിച്ചുണ്ട്. അവിടെയാണ് പ്രകാശം. ഇതാണ് നമ്മുടെ മാർഗം.
നമ്മൾ ഇനി അങ്ങോട്ട് ശ്രദ്ധിക്കുന്ന നമ്മുടെ തത്വങ്ങളെയാണ്, നമ്മുടെ ഈ ഈമാനിനെയാണ്, നാം നേടിയെടുത്ത മഹത്വത്തിനെയാണ്, നമുക്ക് ചുറ്റുമുള്ള ഈ പ്രകാശത്തെ. എന്നാലും നഷ്ടപ്പെടാതെ നമ്മൾ ജീവിക്കണം. അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. നോക്കൂ, ഞാൻ പറഞ്ഞു ഈ യാത്ര നമുക്ക് അവസാനിപ്പിക്കണമെങ്കിൽ അവസാനിപ്പിക്കട്ടോ, നമ്മൾ പറയാം. നിർത്തേണ്ടി വരുമ്പോൾ പ്രയാസമുള്ളവർ എഴുന്നേറ്റ് പോകും, ആരും ബുദ്ധിമുട്ടിയിരിക്കരുത്. നോക്കൂ, ഈ യാത്ര ഞാൻ പറഞ്ഞു, ഇത് ആത്മാവിന്റെ യാത്രയാണ്, ഹൃദയത്തിന്റെ യാത്രയാണ്. അങ്ങനെ യാത്ര നമ്മൾ ഇതുവരെ ചെയ്യുന്നുണ്ട്. മലേഷ്യയിലേക്ക് യാത്ര ചെയ്തിട്ടുണ്ടോ? അല്ലെ, ഊട്ടിയിലേക്ക് യാത്ര, അതൊക്കെ എന്ത് യാത്ര ചെയ്തു? ഒരു ഫിസിക്കൽ യാത്ര. ഇവിടെ യഥാർത്ഥത്തിൽ ഇത് ഭയങ്കര അത്ഭുതമാണ് യാത്ര. ഞാൻ സൂറത്തുൽ ഹജ്ജിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടല്ലോ. നോക്കൂ, ഖുർആനിൽ സൂറത്ത് സലാ എന്ന് പറഞ്ഞൊരു സൂറത്തില്ല ഉണ്ടോ? സലാത്തല്ലേ ഏറ്റവും വലിയ അമല്, ഇബാദത്ത്, നിസ്കാരല്ലേ? നിസ്കാരം എന്ന് പറഞ്ഞൊരു സൂറത്ത് ഖുർആനിലുണ്ടോ? ഇല്ല. സൂറത്ത് സക്കാത്ത് എന്ന് പറഞ്ഞതുണ്ടോ? ഒരുപാട് ഖുർആൻ ഓതി വെക്കില്ലല്ലോ. സൂറത്ത് സൗമുണ്ടോ? നോമ്പ്. പക്ഷെ സൂറത്തുൽ അതിന്റെ അത്ഭുതം. എന്നിട്ട് ആ അധ്യായം ആരംഭിക്കുന്ന ആയത്ത് നമ്മൾ ഒന്നാൾ പറഞ്ഞല്ലോ അല്ലെ? ഒന്നാമത്തെ ആയത്ത് അല്ലെ? ഒന്നാമത്തെ ആയത്ത് യഥാർത്ഥത്തിൽ ഹജ്ജുമായി ഒരു ബന്ധമുണ്ട്. പക്ഷെ ബന്ധമുണ്ട്. എന്താ പറഞ്ഞല്ലോ? നമ്മൾ പറഞ്ഞു ഇതിൽ നിന്ന് കിട്ടേണ്ടത് എന്താ? എന്നിട്ടത് കിട്ടാൻ വേണ്ടി പറഞ്ഞ വാചകം ഇന്ന സൽസലത സ്സാഅതി ലശൈഉൻ സൽസലതു സ്സാഅ. ഒരുപാട് കേട്ടിട്ടുണ്ടോ? ഞാനതിന് പറയുന്നില്ല. അന്ത്യസമയത്തുള്ള പ്രകമ്പനം, പലതരം പ്രകമ്പനം അല്ലെ? പലതരം പ്രകമ്പനം. ഈ കാണുന്ന എല്ലാ പ്രപഞ്ചത്തിലെ സംവിധാനങ്ങളും തകരും. ഇലക്ഷംസ് കുവിറ. ഏറ്റവും വലിയ ശക്തിയായി നമ്മൾ കാണുന്നത് സൂര്യനാണ് അല്ലെ? സോളാർ എനർജിയാണ് ഇന്ന് എല്ലാവരുടെയും എനർജി. ഇലക്ഷംസ് കുവിറ. ആ സൂര്യൻ ചുരുട്ടപ്പെട്ട് താഴെ വീഴും. ഭയങ്കര അത്ഭുതമാണ്. മനുഷ്യനെ ആലോചിക്കാൻ പറ്റാത്ത കാര്യമാണ്. വഇദൻ നുജൂമുൻ കദറ. അതിമനോഹരമായി നമ്മൾ കാണുന്ന നമ്മുടെ ആകാശത്തിലെ നക്ഷത്രങ്ങൾ ഉതിർന്നു വീഴും അല്ലെ? ഇതൊക്കെ പറഞ്ഞു. എല്ലാം നശിക്കുന്ന ഒരു വല്ലാത്ത ദിവസം. സൽസലത ഇദാ സുൽസിലത്തിൽ അർദു സിൽസാലഹാ വഅഖ്റജത്തിൽ അർദു വഖാലൽ ഇൻസാനു മാ ലഹാ. ഇതൊക്കെ സംഭവിക്കുമ്പോ മനുഷ്യനിങ്ങനെ ചോദിക്കും, എന്താ പറ്റി? നമ്മളങ്ങനെ അന്വേഷിക്കും, എന്താണ് അതിന്റെ ശാസ്ത്രീയ വശം? എന്തുകൊണ്ടാണ് ഈ സൂര്യൻ ചുരുണ്ട് താഴേക്ക് പോകുന്നത്? എന്തുകൊണ്ടാണ് അല്ലാഹുവിന്റെ മറുപടി പറഞ്ഞു നമ്മളോട്. അതോ അത് ബിഅന്ന റബ്ബക ഔഹാ ലഹാ. അങ്ങനെയൊക്കെ ആകണമെന്ന് അതിനോട് അതിന്റെ റബ്ബ് വഹി കൊടുത്താണ്. ആ വഹീന്റെ അടിസ്ഥാനത്തിലാണ് ഒരു വല്ലാത്ത സംഭവം. വല്ലാത്ത സംഭവമാണ്. ആ സൂറത്തുകളൊക്കെ ഒന്ന് വായിച്ചു നോക്കണം. മക്കത്ത് പോണേന് വെറുതെ. കാരണം എനിക്കത് പറയാൻ സമയമില്ല. അതുകൊണ്ടാണ് വല്ലാത്ത സംഭവമാണ്. ശരിക്ക് ഹജ്ജ് ആ സൂറത്തിലൂടെ നമ്മളെ അള്ളാഹു പഠിപ്പിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, മനുഷ്യരെ ആ തഖ്വയിലൂടെ ഈ പ്രകമ്പനം ഉണ്ടായി അവസാനിക്കുന്ന ഒരു വലിയ തുടക്കം കുറിക്കുന്ന ഒരു വലിയ യാത്രക്ക് വേണ്ടി നിങ്ങൾ തയ്യാറാവുക. ആ തഖ്വയാണ് നമുക്കുണ്ടാകേണ്ട സാദ് എന്ന് പറഞ്ഞത് അല്ലെ? എന്നിട്ട് തുടങ്ങുന്ന എന്തായ യുഹന്നാസ് ഇത്തഖൂ. അത് ഭയങ്കരമാണ്. തയ്യാറെടുക്കാൻ വേണ്ടി പറയണം ആ യാത്രയ്ക്ക് വേണ്ടി.
ഹജ്ജിന്റെ ഓരോ കർമ്മങ്ങളിലും നമ്മൾ കണ്ടത് അതാണ്. നിങ്ങൾ ആലോചിച്ച് ഓരോ കർമ്മങ്ങളിലും അതാണ്. ആ യാത്രയ്ക്ക് വേണ്ടിയുള്ള തയ്യാറെടുപ്പായിരുന്നു അല്ലെ. നമ്മുടെ റബ്ബ് നമ്മളെ വിളിച്ചു ആ യാത്രയ്ക്ക് വേണ്ടി. റബ്ബിന്റെ ആ വിളി കേട്ട് നമ്മളെല്ലാവരും ഓടി വന്നു. ഒരുപാട് കഷ്ടപ്പെട്ടും പ്രയാസപ്പെട്ടുമാണ് ഓടി വന്നത്. നമ്മുടെ കൂട്ടത്തിൽ വളരെ പ്രയാസപ്പെട്ടൊക്കെ വന്നവർ. പക്ഷേ നമുക്ക് ആ റബ്ബിനെ കാണാനുള്ള കൊതി കൊണ്ടുവന്നതാണ്. ആണോ അല്ലേ? ഭൂമിയിൽ വെച്ച് നമുക്ക് റബ്ബിനെ കാണാൻ പറ്റില്ല. പറ്റുമോ? പറ്റില്ല. ഒരാളെ ആ ആഗ്രഹം പ്രകടിപ്പിച്ചിട്ടുള്ളൂ. അത് മൂസ അലൈഹിസ്സലാം. മൂസ അലൈഹിസ്സലാമിനോട് പച്ച ഭാഷയിൽ അള്ളാഹ് പറഞ്ഞു, ലൻ തറാനി, കാണാൻ പറ്റില്ല, എന്നെ നിനക്ക് കാണാൻ പറ്റില്ല. പക്ഷെ മൂസാ നബിക്ക് മറുപടി ഇഷ്ടമായി. മൂസാ നബി ഇങ്ങനെ പറ്റൂല, കാണണം എന്ന് വാശി പിടിച്ചു. അപ്പൊ മൂസാ നബിയോട് പറഞ്ഞു, ആ മലന്റെ മുകൾക്കൊന്ന് നോക്കിയത്. മൂസാ നബിയോട് ഇങ്ങനെ നോക്കിയത്. അപ്പൊ എന്താ സംഭവിച്ചാൽ എന്താ സംഭവിച്ചത്? മല പൊട്ടിട്ട ഏറ്റവും കടുപ്പമുള്ള ഒരു അള്ളാഹുവിന്റെ സൃഷ്ടിയാണ് മല, പർവ്വതം. ആ പർവ്വതത്തിന്റെ മുകളിൽ അല്ലെങ്കിൽ ആ പർവ്വതത്തിന്റെ മുമ്പിൽ അള്ളാഹു പ്രത്യക്ഷപ്പെട്ടപ്പോ ആ പർവ്വതം പൊട്ടിയെല്ലായി തകർന്നുപോയി. മൂസാ അലൈഹി ഇസ്ലാമിന് ബോധ്യമായി പറ്റില്ല. കാരണം ഈ കണ്ണുകളെ കൊണ്ട് ഒക്കെ പഠിച്ചിട്ടുണ്ട്. ഈ കണ്ണുകൊണ്ട് കാണാൻ പറ്റാത്ത ചില ലൈറ്റുകൾ, എല്ലാ ലൈറ്റും കാണാൻ പറ്റുമോ? മൊബൈലിലേക്ക് കുറെ സമയം നോക്കിയിരിക്കരുതെന്നൊക്കെ നമ്മൾ മക്കളോട് പറയില്ല. എന്തിനാണ്? ആണ് വീടെന്നു അല്ലേ? അള്ളാഹു എന്താണ്? അള്ളാഹു നൂറു സമാവാതി വൽ, ആ പ്രകാശത്തിലേക്ക് നോക്കണമെങ്കിൽ ഈ കണ്ണുകൊണ്ട് പറ്റൂല. അപ്പൊ അള്ളാഹു നമ്മളെ മരിപ്പിച്ചിട്ട് തിരിച്ചു വരുമ്പോൾ നമുക്ക് വേറൊരു കണ്ണ് തരും. മനസ്സിലായില്ലേ? വുജൂഹുൻ യൗമഇദിൻ നാദിറ ഇലാ റബ്ബിഹാ നാദിറ. ചില മുഖങ്ങളന്ന് വെട്ടിപ്രകാശിക്കും. എന്നുവെച്ചാൽ അള്ളാഹുവിന്റെ മുഖത്തേക്ക് നോക്കാനുള്ള സൗഭാഗ്യം കിട്ടിയിട്ടുണ്ടാവും. ആ കൂട്ടത്തിൽ നമ്മൾ ഉൾപ്പെടുത്തുമാറും. അള്ളാഹു റസൂലിന്റെ പ്രാർത്ഥനയാണ്, അല്ലാഹുമ്മ ഇന്നി അസ്അലുക ലദ്ദത നദരി ഇലാ വജ്ഹിക്. അല്ലാഹുമ്മ ഇന്നി അസ്അലുക ലദ്ദത നദരി ഇലാ വജ്ഹിക്. അള്ളാഹുവേ, നിന്റെ മുഖത്തേക്ക് നോക്കിയാൽ കിട്ടുന്ന ലദ്ദത്തുൻ നദർ എന്ന് പറഞ്ഞാൽ ഒരു വസ്തുവിലേക്ക് നോക്കിയാൽ കിട്ടുന്ന എൻജോയ്മെന്റാണ്, ആസ്വാദനം. അതെനിക്ക് കിട്ടണേ. ഭയങ്കര ആസ്വാദനം. എനിക്കറിയില്ല എന്തിനാണ് ഞാൻ അള്ളാഹിനെ കുറിച്ച് പറഞ്ഞത്. എന്തിനാ നമ്മൾ പറഞ്ഞത്? എവിടുന്നാ വന്ന്? സ്വർഗത്തിൽ ഏറ്റവും വലിയ സമ്മാനം എന്താണെന്നാണ്? എന്താ? للذين أحسنوا الحسنى. ഖുർആൻ പറയും للذين أحسنوا الحسنى وزيادة. للذين أحسنوا, പെർഫെക്റ്റായി ഏറ്റവും നന്നായി കാര്യങ്ങളൊക്കെ ചെയ്തവർക്ക് അൽ ഹുസ്ന. പറഞ്ഞ സ്വർഗം. പിന്നെ പറഞ്ഞത് ഉവ സിയാദ. നമ്മൾ പറയാറില്ലേ പ്ലസ്? അതാണ് സിയാദ എന്ന് പറഞ്ഞത്. സ്വർഗത്തിന്റെ കൂടെ ഒരു പ്ലസ് ഉണ്ട്. എന്താണ് ആ പ്ലസ് എന്നറിയോ? എന്താ? ഹജ്ജായിട്ടില്ല. എന്താണ് പ്ലസ്? للذين أحسنوا الحسنى وزيادة. ആ പ്ലസ് എന്താ? അള്ളാഹുവിനെ കാണാനുള്ള സൗഭാഗ്യം. ഭയങ്കര. അതിങ്ങനെ നബി വർണ്ണിക്കുന്നുണ്ട് ഒരുപാട്. ഇനി നമ്മളത് വർണ്ണിച്ചാൽ അത് അങ്ങനെ പോയിക്കൊള്ളാം. ഭയങ്കരമാണ്. അള്ളാഹു തോപ്പിക്കുന്നുണ്ട്. കാഴ്ച ഭയങ്കര. അങ്ങനത്തെ പ്രകാശമാണ് ഭയങ്കര സംഭവം. നമ്മളെ യാത്ര അതിനു വേണ്ടിയുള്ളത്. ജന്നത്ത് പറഞ്ഞപ്പോഴാണ് എനിക്ക് പോയി സ്വർഗം പറഞ്ഞത്. നമ്മുടെ ലക്ഷ്യം അതാണ്. ആ ലക്ഷ്യത്തിലേക്ക് നമ്മൾ എത്താനാണ് ഈ നാലെണ്ണം ഞാൻ പറഞ്ഞത്. ഏതാ നാലെണ്ണം? നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ നമ്മളിത് പഠിക്കാതെ ഇവിടുന്ന് പോകും? ഞാനതുകൊണ്ട് ഇടയ്ക്ക് പറയുന്നത്, ഉറങ്ങാൻ ടെൻഡൻസിയുള്ളൊരു ഒക്കെ പോകണം. പക്ഷേ നമ്മുടെ കൂടെ ഹജ്ജിന് വന്നിട്ട് ഇത് കിട്ടാതെ നിങ്ങൾ പോകാൻ പാടില്ല. നാലെണ്ണം. എന്താ നാലെണ്ണം? തഖ്വ, ഈമാൻ,
നമുക്ക് എവിടെയും പോയി പറയാൻ കഴിയും. അതാണ് നമ്മുടെ അയച്ചത്. അതെന്തിനാന്ന് ചോദിച്ചാൽ നമ്മുടെ ലക്ഷ്യമായ ജന്നത്തിലേക്ക് എത്താനുള്ള. അപ്പൊ നമുക്ക് എന്തായി? ഇപ്പൊ നമുക്ക് ലക്ഷ്യമുണ്ടായി, മാർഗമുണ്ടായി. മാർഗം എന്താ നമുക്ക് മനസ്സിലായി. നമ്മൾ ആകെ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ കിട്ടിയ മാർഗത്തെ നമ്മളൊന്ന് കെയർഫുള്ളായി കൊണ്ടുനടക്കണം. നമ്മളൊക്കെ നൽകുമാണ് വളരെ ശ്രദ്ധയോടുകൂടി കൊണ്ടുനടക്കണം. അതിനുവേണ്ടിയാണ് ഹജ്ജ് എന്ന അധ്യായം തുടങ്ങിയത്. അങ്ങനെയാണ് നമ്മുടെ അന്ത്യയാത്രയെക്കുറിച്ച് പറഞ്ഞുകൊണ്ട് നമ്മൾ സ്വർഗത്തിലേക്ക് എത്തണമെങ്കിൽ എന്താക്കണം? മരിക്കാൻ സ്വർഗത്തിലെത്തോ? എത്തുമല്ലേ? അപ്പൊ പിന്നെ മരിക്കാൻ ആർക്കും പേടിയുണ്ടാവും. പോകാനുള്ളത് എങ്ങട്ടാ? സ്വർഗത്തിലേക്ക്. ഇന്നലെ നമ്മൾ ഈ സംസ്കരിച്ചപ്പോൾ കേട്ട അവസാനത്തെ ആയത്തുകളോ മരുന്നും എനിക്കറിയില്ല. ഇമാമോ വളരെ കൃത്യമായിട്ടാ ഓതി. ഞാനിങ്ങനെ തക്ബീർ കിട്ടുമ്പോൾ ആലോചിച്ചത് എന്തായിരിക്കും ഇന്ന്. ഞാനിങ്ങനെ ഹജ്ജിന്റെ കുറെ ആയത്തൊക്കെ ഇങ്ങനെ ആലോചിച്ചിട്ടു. പക്ഷെ ഞെട്ടിച്ചു കളഞ്ഞു. അദ്ദേഹം ഞെട്ടിച്ചു കളഞ്ഞു. നമ്മളെ യാത്ര ആക്കിയത് എന്ത് പറഞ്ഞിട്ടാ? സത്യത്തിന് കൂട്ടിപ്പോയി. എന്റെ തൊട്ടിപ്പുറത്ത് സംസ്കരിച്ചൊരു ഇറാഖിൽ കുർദ് എന്ന് പറഞ്ഞൊരു സ്ഥലം അറിയുമോ? പ്രതിഷ്ഠ ഒരു കുർദിയാണ്. അപ്പൊ ഞാൻ അദ്ദേഹത്തോട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിലാണ് പങ്കുള്ളത്. ആ മനുഷ്യൻ പൂട്ടിപ്പോയി. എന്ത് തരപ്പെട്ടത്? അത് സാധാരണ മനുഷ്യനാണ്. ഞാൻ ഇങ്ങനെ ശ്രദ്ധിച്ചത് അയാൾ പിന്നെയും വിണ്ടുകയാണ്. എന്നിട്ട് നമ്മൾ യാത്ര പറഞ്ഞ് പിരിയുമ്പോ പുസ്തകം നമ്മൾ യാത്ര പറഞ്ഞ് പിരിയുമ്പോൾ അദ്ദേഹം അതെന്നെ പറഞ്ഞു. കാണാൻ കേട്ടത് ഭയങ്കര സംഭവം. അത് നിങ്ങൾ ചില ആളുകളുടെ മരണം ഇങ്ങനെ മരണം കാണാൻ അവസരം എനിക്ക് കാണുന്നുണ്ട് എല്ലാവരും. അപ്പൊ നിങ്ങൾക്ക് മരണം എന്താണെന്ന് മനസ്സിലായോ? മരണം എന്ന് കേൾക്കുമ്പോൾ പേടിച്ച് ഓടേണ്ടവരെല്ലാം നമ്മൾ തരണം കാണണം. എന്നിട്ട് നോക്കി നിന്നാൽ നല്ല മനുഷ്യന്മാര് മരിക്കുന്നത് ഭയങ്കര ഇത് നമ്മളിങ്ങനെ കാണും. അവര് പോണതിന്റെ പിന്നാലെ അവരുടെ റൂഹ് ഇങ്ങനെ കൊണ്ടുപോകുന്നതിന്റെ പിന്നാലെ അവർ പോകും. റസൂലുള്ളാഹിന്റെ വാക്കാ ഞാൻ പറയണൊക്കെ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ടാണ് നമ്മളോട് എന്ത് പറഞ്ഞത്? മരണമാസന്നമായാൽ എന്താക്കാൻ പറഞ്ഞു? കണ്ണടച്ചു കൊടുക്കണം. ഉമ്മ നോക്കി നല്ല പറയണേ. നമ്മളങ്ങനെ പറയും. ഉമ്മ അപ്പ ഒന്നും കൊണ്ട് നോക്കി ആരാ വന്നിട്ടുള്ളത് നിങ്ങൾ കാണുന്നുണ്ടോ നോക്കുന്നുണ്ടോ? നോ. ഉമ്മ നോക്കുന്നത് അതല്ല. ഉമ്മ സ്വർഗം കണ്ടിട്ടില്ല. ഉമ്മ സ്വർഗത്തിലേക്കാ നോക്കുന്നത്. ഉമ്മ ഇങ്ങനെ കേൾക്കുന്നുണ്ട്. അത് കേൾക്കുന്നു. ഉമ്മ അങ്ങനെ നോക്കിയപ്പോ നമ്മൾ വിചാരിച്ചെന്താ ഉമ്മ എന്റെ മുഖത്ത് എന്റെ മക്കളെ മുഖത്തേക്ക് നോക്കുന്നതാണോ? ഭയങ്കര. അവിടെ ഇനി നമ്മൾ ശരിക്കും ശ്രദ്ധിക്കണം. ഭയങ്കര രസമാണ് കുട്ടിക്കും. മരണം എന്ന് പറഞ്ഞാൽ എനിക്കങ്ങനെ പറയാൻ പാടില്ലോന്ന് ഡോക്ടർ ഇവിടെ ഇരിക്കുന്നത് എന്താ പറയാൻ എനിക്കറിയില്ല. ഒരു മനുഷ്യനെ ജീവിതത്തിൽ അനുഭവിക്കാൻ ഒരു നല്ല മരണമാണ്, നല്ല മനുഷ്യനാണ് ജീവിതത്തിൽ അനുഭവിക്കാനുള്ള ഏറ്റവും നല്ല മധുരമുള്ള അവസരം. എന്താ കാരണം? ഒക്കെ കണ്ട് എങ്ങനെ എനിക്കറിയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ സഹാബികൾക്ക് മനസ്സിലായിരുന്നു. നബി പറയാണ്, നിങ്ങൾ മരിച്ചിങ്ങനെ കൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് അവസാനം പോയിരിക്കാനുള്ള നിങ്ങളുടെ ഇരിപ്പിടം കാണിച്ചു തരും. എന്തെങ്കിലും നിങ്ങൾ ആലോചിച്ചു. ഒരു സ്ക്രീനെ നമ്മൾ ഇതിന്റെ ചില ഫ്ലൈറ്റിലൊക്കെ സ്ക്രീനുകൾ വരും. അതായത് ഇങ്ങനെ പോണ സ്ഥലമൊക്കെ ഇങ്ങനെ കാണിച്ചു. അതേമാതിരി നമ്മൾ മരിക്കാൻ നേരത്തെ ഒരു സ്ക്രീൻ നമ്മൾ ഒപ്പിരിക്കുന്നത്. ഇന്നത്തെ ഭാഷ അതാണ്. എന്നിട്ട് കാണുകയാണ്. അപ്പൊ സന്തോഷമായിപ്പോ ദുഃഖമായിരിക്കും. ഭയങ്കര. അപ്പൊ നമ്മൾ സാധാരണ ഞാൻ പറഞ്ഞു വന്നത് എന്താ വെച്ചാൽ നമ്മൾ ഈ യാത്ര യഥാർത്ഥത്തിൽ അതായിരുന്നു. നമുക്ക് നമ്മൾ ശ്രദ്ധിച്ചോ എനിക്കറിയാം. നമ്മുടെ ഈ യാത്ര മുഴുവൻ
നമ്മുടെ അന്ത്യയാത്രയെ സ്മരിക്കുന്നതാണ്. ഓരോന്നും അങ്ങനെ ആണോ? നമ്മൾ വീട്ടിൽ നിന്ന് കുളിച്ചില്ലേ? അത്രയൊക്കെ കുളിച്ചില്ലേ? എന്നിട്ട് വീട്ടിൽ നിന്ന് നമ്മൾ ഇറങ്ങി പോകുന്നില്ലേ? ഇതൊക്കെ നിങ്ങൾ മറ്റൊരു ആലോചിച്ചോളൂ. മയ്യത്ത് കുളിപ്പിക്കും, മയ്യത്തെടുത്ത് കട്ടിലിന് വെച്ച് ഡ്രസ്സൊക്കെ മാറ്റിയിട്ട് കപ്പൻ ചെയ്തിട്ട് കൊണ്ടുപോകും. നമ്മളങ്ങനെയല്ലേ ചെയ്ത്? ഒക്കെ തന്നെ ഡ്രസ്സും കൂടി അത് വ്യത്യാസം, എണ്ണത്തിലെ കുറവ് അല്ലേ? എങ്ങനെ പോണേ? എല്ലാരെയും ഒഴിവാക്കിയിട്ട് മക്കൾ നമ്മളപ്പോ കുടുംബവും മക്കളും വീടും ഒക്കെ ഒഴിവാക്കും. എങ്ങനെയാണോ അള്ളാഹുവിനെ കാണാൻ പോണ്ടത് അങ്ങനെ പോകും. നമ്മളങ്ങനെ കാണാൻ വന്നതല്ലേ? അതല്ലേ പ്രശ്നം. നമ്മൾ അള്ളാഹുവിന്റെ വീട്ടിലേക്ക് വിരുന്ന് വിളിച്ചിട്ട് വന്നതാ. അള്ളാഹുവിനെ കാണാൻ വേണ്ടി വന്നതാ. ഏതുപോലെ അവസാനം അള്ളാഹു വിളിക്കുമ്പോ അള്ളാഹുവിനെ കാണാൻ വരുന്നത് പോലെയാണ് നമ്മൾ വന്നത്. ആണോ അല്ലേ? ഒന്ന് ആലോചിച്ച് നോക്കി. ഭയങ്കര രസമാണ് ഈ കഴിഞ്ഞത് ആലോചിക്കാൻ. നമ്മൾ ഇങ്ങനെ തന്നെ ആലോചിക്കും. ഓരോന്നും അങ്ങനെ അതിലുള്ള ഓരോന്നും ഭയങ്കര. നമ്മൾ ആലോചിച്ചിട്ട് ചില ആൾക്കാരെ ബിസിനസ്സുകാരൊക്കെ കണക്കൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. അവർക്കാണ്ടതൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. എല്ലാം എഴുതി വെച്ചു, ഒക്കെ ഏൽപ്പിച്ചു, വസീയത്ത് ചെയ്തു ഒക്കെ. കാരണം നമ്മൾ റെഡിയായി. ഇപ്പൊ ഞാൻ ചോദിക്കാം ഞങ്ങളോട്, ഇന്ന് മിനയിൽ നിന്ന് പോയി ഇന്ന് മരിക്കാൻ നമുക്ക് ഇഷ്ടമാണോ അല്ലയോ? ഇഷ്ടമെന്ന് പറഞ്ഞാൽ ഞാൻ എന്താ ഉദ്ദേശിച്ചത്? പേടിയുണ്ടോ ഇല്ലയോ? ആകെ നമുക്ക് പേടിയുള്ള സാധനത്തിന്റെ മേലാണ് എന്ത്? മരണം. ഇന്ന് മരിക്കാൻ നമുക്ക് കോൺഫിഡന്റ് ഉണ്ടോ? ഒന്ന് മരിക്കാൻ കുഴപ്പമില്ല. ഞാനൊക്കെ കോഴിക്കോട് പന്നിയങ്കര ഒരു പള്ളിയുണ്ട് ഇവന്റെ നാട്ടില്. ഒരു കൊല്ലം ഈത്തിക്കാഫിൽ നിന്നിട്ട് ഇങ്ങനെ ഈത്തിക്കാഫിന്റെ അവസാനത്തെ ദിവസം ഇങ്ങനെ ഇരുന്ന് സംസാരിച്ച് എനിക്ക് പെരുന്നാൾ ഈദ്ഗാഹ് നിസ്കരിക്കാനുള്ള മംഗലാവശ്യം. ഈത്തിക്കാഫ് കഴിഞ്ഞ് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു വലിയ മനുഷ്യന്റെ അവിടെ നിന്ന് അള്ളാഹു അദ്ദേഹത്തിന്റെ മക്കൾ അദ്ദേഹത്തിന്റെ കൂടെ പോയി ഞാൻ നോമ്പ് തുറന്ന് അദ്ദേഹത്തിന്റെ കളികൾ തന്നെ റെയിൽവേ സ്റ്റേഷനിൽ വിട്ടു. ഞാൻ പോയി അവിടെ ചെല്ലുമ്പോൾ അവിടെ എൻ്റെ ഒരു സുഹൃത്ത് വയ്ക്കുകയല്ലേ ഭയങ്കര അർദ്ധരാത്രി കഴിഞ്ഞു. അവയാളിങ്ങനെ ചെല്ലുമ്പോൾ എന്നെ കെട്ടിപ്പിടിച്ചിട്ട് പറഞ്ഞു, നിങ്ങളുടെ സുഹൃത്ത് പോയിട്ട്. എന്താ വെച്ചാൽ ഈ സുഹൃത്ത് അയാൾ വലിയ മനുഷ്യനാണ്. 9 വലിയൊരു മനുഷ്യനാണ്. ഞാനിപ്പോൾ ഓർക്കും അദ്ദേഹത്തിന്റെ മകൻ എഴുത്തിക്കാർക്ക് കഴിഞ്ഞ് വീട്ടിൽ പോയി ഇഫ്താർ കഴിച്ച് എനിക്ക് ഇടാനുള്ള ഡ്രസ്സ് അദ്ദേഹം തന്നു. അദ്ദേഹത്തിന്റെ ഒരു സ്വഭാവം പെരുന്നാളിന്റെ ഡ്രസ്സ് തന്നു. അദ്ദേഹത്തിന്റെ ഡ്രസ്സ് അദ്ദേഹം കാണിച്ചു തന്നു. ഇശാ നമസ്കരിക്കാൻ വേണ്ടി അദ്ദേഹം പള്ളിയിൽ പോയി. എന്നാ പെരുന്നാളിന്റെ രാത്രി ഇതിഹാസം ഇരുന്ന അന്ന് രാത്രി അവസാനിച്ച രാത്രി ആ ഇശാസ്കാരത്തിലാണ് അദ്ദേഹം ഭയങ്കര മരണം. എനിക്ക് എന്തൊരു സന്തോഷമുണ്ട്. എനിക്കറിയില്ല അങ്ങനെ പറയാൻ പാടുണ്ടോ. അതൊരു സംഭവം. നമ്മൾ ഒരു പ്രാർത്ഥന കൊണ്ട് പ്രാർത്ഥിച്ചിട്ടുണ്ട്. ഫാത്തിമ ചോദിച്ചിട്ട് ക്രിസ്തുൽ ഞാനൊന്ന് പറഞ്ഞിട്ട് നമ്മൾ പ്രാർത്ഥിക്കേണ്ട പ്രാർത്ഥനയില് പറഞ്ഞു. നമ്മുടെ അന്ത്യം നന്നാണ്, അവസാനം നന്നാകാന്ന് പറഞ്ഞാൽ അതൊക്കെ മഹാഭാഗ്യം. അള്ളാഹുത്താല അങ്ങനെയുള്ള ഭാഗ്യത്തെ നമുക്കൊക്കെ നൽകുമാറാണ്. ഞാൻ പറഞ്ഞു വന്നത് ഇതൊക്കെ യഥാർത്ഥത്തിൽ. അപ്പൊ നമുക്ക് ഈ ഹജ്ജ് കഴിയുമ്പോൾ തോന്നേണ്ട ഫീലിംഗിൽ ഏറ്റവും പ്രധാനം ഇതാണ്. എന്റെ യാത്ര, അന്ത്യയാത്രയ്ക്കുള്ള എല്ലാ എക്സസൈസും ഞാൻ നടത്തിക്കഴിഞ്ഞു. ഭയങ്കര ട്രെയിനിങ് അതൊന്നും, ഭയങ്കര രസമുള്ള ട്രെയിനിങ് ഉള്ളത്. അവസാന യാത്രയ്ക്കുള്ള ട്രെയിനിങ്, ആ ട്രെയിനിങ് നമുക്ക് കിട്ടി. ആ ട്രെയിനിങ്ങിൽ നമ്മൾ കഴിച്ചു. ഇനി നമുക്ക് വേണ്ട സാധനന്മാരെ 2 കാര്യങ്ങൾ. ഒന്ന്, നമ്മുടെ സിദഖും നിയ്യത്തുമാണ്.
സത്യസന്ധമായ ഒരു നീയത്ത് വേണം. നമ്മളിപ്പോ 4 കാര്യങ്ങളൊക്കെ പറഞ്ഞല്ലോ അല്ലേ? എനിക്കറിയില്ല ഏത് നിലക്കാണ് നിങ്ങളെ കേട്ടത്. ഞാൻ പറഞ്ഞത് എങ്ങനെ, ഞാനിന്ന് ആകെ ശരിയാക്കിയിരുന്നത് ആ പറയുന്നത് ഇഖ്ലാസോട് കൂടിയാകണമെന്ന് പറയാൻ വിചാരിക്കാനായി. ഞാനിങ്ങനെ ഒരുപാട് എക്സസൈസ് ചെയ്തു. അങ്ങനെ ആകാൻ പാടില്ല. കേട്ടത് എങ്ങനെയെന്ന് എനിക്കറിയാം. ഈ കേട്ടത് ആ രീതിയിൽ നിലനിർത്താനുള്ളത് നെയ്യത്ത്, സത്യസന്ധമായ നെയ്യത്ത് വേണം. അതാണ് സിദ്ഖ് നിയ്യത്ത് വേണം. നമ്മുടെ നിയ്യത്ത് സത്യസന്ധമാണെങ്കിൽ അല്ലാഹു ഉണ്ടാക്കി തരും. രണ്ടാമത് വേണ്ടത് ഇനി അങ്ങോട്ട് അസീമത്ത് വേണം. അസീമത്ത് എന്ന് പറഞ്ഞാൽ നല്ല കരുത്ത് വേണം, നല്ല മനക്കരുത്ത് വേണം, ഭയങ്കര ഇതുവരെ ഉണ്ടായതിനേക്കാൾ വലിയ ശൈത്താൻ നമ്മളെ കുറഞ്ഞിട്ടുണ്ടാവും. അതിന് നമ്മൾ രക്ഷപ്പെടണം. ഞാൻ പറയുന്നത് മനസ്സിലാകുന്നില്ല. ഹജ്ജ് ചെയ്യാനല്ല എളുപ്പം, ചെയ്ത ഹജ്ജിനെ അതിന് ഒരുപാട് സ്ഥലങ്ങളിൽ ഉണ്ടാവും. ഈ ശൈത്താൻ നമ്മളെ കൂടെ ഉണ്ടാവും. ശൈത്താന്റെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ ഇയാളെ നമ്മളെ വല്ലാതെ പേടിപ്പിച്ചെറിയും. നമ്മൾ സത്യത്തിൽ സംസാരിക്കേണ്ടത് ശൈത്താനെ കുറിച്ചല്ല, പ്രത്യേകിച്ച് നിലയിൽ വെച്ച്. ഇവിടെ ശൈത്താനൊക്കെ ഒളിച്ചോടിയ സ്ഥലം, ഓടിപ്പോയ സ്ഥലം, പേടിച്ചിട്ട് ഓടി. ശൈത്താനെ അല്ല നമ്മൾ പേടിക്കുന്നത്. മനസ്സിലായോ? ശൈത്താനെ പേടിക്കാൻ നമ്മളോട് പറഞ്ഞിട്ടില്ല. ശൈത്താനെ കുറിച്ച് നമ്മളെന്തേ പറഞ്ഞുള്ളൂ? ശൈത്താൻ നമ്മുടെ ശത്രുവാണ്. ആ ശത്രുവിനെ ശത്രുവായി എല്ലാം കേമൻ. ഇന്ന ശൈത്താനിലക്കും അദുവൻ ഫത്തഖിദൂഹു. പക്ഷേ നമ്മുടെ പ്രശ്നം ആ ശൈത്താൻ എന്ന ശത്രുവിനെ നമ്മൾ മിത്രമായി പരിഗണിക്കും. നമുക്കറിയാം അത് ശൈത്താനീയത്താണ്, അവൻ ശൈത്താനാണ്, അവൻ കൊണ്ടുവരുന്നത് ശൈത്താന്റെ മാർഗം. നമ്മളത് നമ്മൾ ചെയ്യുന്നത് നേരെ തിരിച്ച്. നമ്മളെപ്പോഴും ശ്രദ്ധിക്കും. നമ്മുടെ അള്ളാഹു ഉപദേശിക്കുന്ന അവസാനം അല്ലേ, നിങ്ങൾ പരിപൂർണമായും ഇസ്ലാമിലേക്ക് പ്രവേശിച്ചു പറഞ്ഞെന്താ? ഞാനിത് തന്നെ എന്തിനാ വെച്ചാൽ ഏറ്റവും കൂടുതൽ ഖുതുവാത്തു ശൈത്താൻ എന്ന് പറഞ്ഞാൽ എന്താ? ശൈത്താന്റെ സ്റ്റെപ്പുകൾ. ശൈത്താന്റെ സ്റ്റെപ്പുകളെ അല്ല നിങ്ങൾ ഫോളോ ചെയ്യേണ്ടത്. മനസ്സിലല്ല പറഞ്ഞു? നമ്മൾ പിൻപറ്റേണ്ടത് ശൈത്താന്റെ കാലടികളല്ല. നമ്മളോടത് പറഞ്ഞിട്ടില്ല. നമ്മൾ അവനെ കാണേണ്ടത് എന്താണ്? ശത്രുവായി. ഇത് അള്ളാഹു നമുക്ക് പറഞ്ഞു തന്നിട്ട് അള്ളാഹു ശൈത്താനോട് ഒരു വർത്തമാനം പറഞ്ഞു. അതാണ് എല്ലാവരും ശ്രദ്ധിക്കുന്നത്. ശൈത്താന്റെ പേടിയിട്ട് കണ്ടത്. ശൈത്താനോട് അള്ളാഹു പറഞ്ഞു, ഇന്ന ഇബാദി ലൈസ ലക അലൈഹിം സുൽത്താൻ. ഇന്ന ഇബാദി, എന്റെ അടിമകൾ. എന്റെ അതാരാ? നമ്മളല്ലേ? ആകണ്ടേ? ലൈസ ലക അലൈഹിം സുൽത്താൻ, അവരുടെ മേൽ ഒരാധിപത്യവും നിനക്ക് ചെലുത്താൻ കഴിയില്ല. കുറച്ച് വിശ്വസിക്കും. അവിടെ നിന്നോ എന്നെ പറ്റിക്കാൻ ഒരു പിശാചിനും, എന്റെ ഹജ്ജ് ബാത്തിലാക്കാൻ, എന്നെ തെറ്റിക്കാൻ, എന്നെ നശിപ്പിക്കാൻ ഒരു ശൈത്താനും പറ്റില്ല. ഇന്ന ഇബാദി ലൈസ ലക അലൈഹിം സുൽത്താൻ. നമ്മളെ ബോധം അതായിരിക്കും. എന്നിട്ട് ഭയങ്കര അല്ലാഹു വേറെ സ്ഥലത്ത് പറയുന്നത്, ഇന്നഹു ലൈസ ലഹു സുൽത്താനുൻ അലല്ലദീന ആമനു വഅലാ റബ്ബിഹിം യതവക്കലൂൻ. ഇന്നഹു ആരാ? ശൈത്താൻ. ആ ശൈത്താൻ എന്ന് പറയുന്ന സാധനം ലൈസ ലഹു സുൽത്താൻ, അവൻ ഒരാധിപത്യവുമില്ല, ഒരധികാരവുമില്ല. ആരുടെ അടുത്ത്? അലല്ലദീന ആമനു. അതുകൊണ്ടാണ് ഞാൻ ആ ഈമാൻ പറഞ്ഞത്. പിന്നെയോ അലല്ലദീന ആമനു വഅലാ റബ്ബിഹിം യതവക്കലൂൻ. റബ്ബിൽ തവക്കുൽ ചെയ്തോ ആര് വരില്ല. എവിടെയെങ്കിലും തവക്കുലിന് ചെറിയ കുറവ് വന്നാൽ അവിടെ ആര് വരും? ശൈത്താൻ വരും. ശരിക്കും ശ്രദ്ധിച്ചു. നമ്മളെ പലരും പേടിക്കുക എന്ന് ശൈത്താനെ പറഞ്ഞു. നമ്മൾ ശൈത്താനെ പറഞ്ഞ് പേടിക്കേണ്ടവരല്ല. പേടിക്കേണ്ടവർ നമ്മുടെ ജീവിതത്തെ നമ്മൾ നമ്മുടെ ശരിക്കും ശ്രദ്ധിക്കണം. ശൈത്താനോട് അള്ളാഹ് പറഞ്ഞ വാക്കിനേക്കാൾ വലിയൊരു വാക്ക് നമ്മുടെ ഉള്ളിലുണ്ടായി. ശൈത്താൻ എന്ന് പറഞ്ഞാൽ ആരും പേടിക്കണ്ട. പക്ഷേ നമ്മുടെ ശൈത്താനെ പിടിച്ചു കെട്ടാൻ നമുക്ക് കഴിയും. നമ്മൾ
നമ്മൾ ശൈത്താനെ കുറിച്ച് നമ്മുടെ ഹജ്ജിനെ ബാക്കിലാകുന്ന ഒരു കർമ്മത്തിലേക്കും സഹോദരന്മാരെ നമ്മൾ പോകാൻ പാടില്ല. ശരി. അതുകൊണ്ടാണ് ഇമാം ഇബ്നു ഖയ്യിം റഹിമഹുല്ലാഹ് പറഞ്ഞത് കുല്ലു റാഖിബിൻ വമാശൻ ഫീ മഅസിയത്തില്ലാ ഫഹുവ മിൻ ജുൻദി ഇബ്ലീസ്. അല്ലാഹുവിന്റെ കൽപ്പനകളെ ധിക്കരിച്ച് നടക്കുന്ന ഓരോരുത്തരും ഇബ്ലീസിന്റെ സൈന്യത്തിൽപ്പെട്ടവരാണ്. നമ്മൾ അതേ ശ്രദ്ധിക്കണ്ടു. അതിൽ പെടാതെ മനസ്സിലായി. അതിൽ പെടാതെക്കണമെങ്കിൽ ഞങ്ങൾ വിനയിൽ കേട്ടുന്നുണ്ട് ശൈത്താന് നമ്മളിൽ ഒരു ആധിപത്യമില്ല, അതുകൊണ്ട് ഞാൻ ഭയങ്കര എന്ന് വിചാരിച്ച് നടന്നാലൊന്നും നടക്കൂല. ഭയങ്കര കെയർഫുള്ളായി നടക്കണം. ഇതിനാദ്യം ചെയ്യേണ്ടത് 2-3 കാര്യമുണ്ട്. നമ്മൾ പറയാൻ അവസാനിപ്പിക്കും. ഓക്കെ വേണ്ടിട്ടോ എന്താ പ്രശ്നം എന്നറിയോ? നമ്മുടെ ഹജ്ജ് ക്യാമ്പ് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഈ കണ്ട ക്യാമ്പായിരുന്നില്ല. നമ്മൾ ചെറിയ റൂമില് നമ്മള് ഹജ്ജ് കഴിഞ്ഞ് പോകുമ്പോഴേക്ക് ഇതൊക്കെ പറഞ്ഞു തീർക്കരുത്. അതെല്ലാം കൂടിയാണ് ഈ ഒരു ദിവസം പറയുന്നത്. നിങ്ങൾ വിചാരിച്ചാൽ അത്രേ പറഞ്ഞു. ഏതായാലും ഇത് കഴിഞ്ഞാൽ ഞാൻ എങ്ങനെയാണ് ശൈത്താന്റെ ആധിപത്യം എനിക്ക് വരാതെ ശൈത്താൻ എന്നെ വഴിതെറ്റിക്കാതെ എനിക്ക് എങ്ങനെ രക്ഷപ്പെടാൻ സാധിക്കും? ഒന്നാമത്തെ കാര്യം നമ്മൾ ചെയ്യേണ്ടത്, എപ്പോഴും നമ്മൾ ശൈത്താന്റെ കുതന്ത്രത്തിൽ നിന്ന് രക്ഷപ്പെടാൻ അല്ലാഹുവിനോട് ചോദിച്ചുകൊണ്ടിരിക്കണം. അഊദുബില്ലാഹി എപ്പോഴും. നമ്മൾ സാധാരണ നമുക്കൊരു പ്രശ്നമുണ്ട്. റസൂൽ പറഞ്ഞൊരു വാചകമാണ്. അതൊരു നമ്മൾ സാധാരണ നമ്മുടെ വീട്ടിലോ കുടുംബത്തിലോ മക്കളോടൊക്കെ പറയുന്നത് സാധാരണ റസൂൽ എന്ന് പറഞ്ഞാൽ പറയരുതെന്ന് പറഞ്ഞൊരു വാക്ക് നമ്മൾ പറയും. പിശാചിനെ പറ്റിച്ചു എന്ന് പറയും. ആ ശൈത്താനിനെ പറ്റിച്ചു. നമ്മൾ ആളുകളോടൊക്കെ ദേഷ്യപ്പെട്ടിട്ട്, ഞാൻ ആളുകളോട് തന്നെ പറഞ്ഞിട്ടുള്ളൂ, അന്നൊന്നും ഒന്നും വിചാരിക്കുന്നത് കാര്യത്തിട്ട് പറയും എന്ത് അത് ആ ശൈത്താൻ വന്നുപോയി, അതുകൊണ്ടാണ് ആ സമയത്ത് അങ്ങനെ നമുക്കറിയാം. നബിസ്വല്ലല്ലാഹു എന്താ പറഞ്ഞത്? അങ്ങനെ പറയാൻ പാടില്ല എന്ന് മാത്രമല്ല, അങ്ങനെ പറഞ്ഞാൽ ശൈത്താന്റെ പ്രശ്നം എന്ന് വെച്ചാൽ ഭയങ്കര ഇഷ്ടമാണ്. റസൂലുള്ളാഹിന്റെ വാക്കുകൾ അങ്ങനെ പറഞ്ഞാൽ തആലമാണ് ശൈത്താൻ വലുതാവും. വലുതായിട്ട് ശൈത്താൻ പറയും അത്രേ. റസൂലുള്ളാഹി പറയാണ്, ശൈത്താൻ പറയുന്നത് അവനെ ഞാൻ വീഴ്ത്തി, അവനെ ഞാൻ നമ്മളതല്ല ചെയ്യും. അല്ലാഹു ഖുർആനിൽ ശരിക്കും പറഞ്ഞു, وَإِمَّا يَنزَغَنَّكَ مِنَ الشَّيْطَانِ نَزْغٌ فَاسْتَعِذْ بِاللَّهِ. وَإِمَّا يَنزَغَنَّكَ مِنَ الشَّيْطَانِ, ശൈത്താനിൽ നിന്ന് വല്ല പ്രേരണയും നിനക്ക് വന്നാൽ വരും എന്നാണ് അർത്ഥം. അപ്പൊ എന്ത് ചെയ്യണം? ഫസ്തഇദ് ബില്ലാഹ്. ഉടനെ എന്ത് പറയണം? ശൈത്താൻ എവിടെ വരും? ഹാജിമാരെ ചാർജിപ്പ് നിസ്കാരത്തിൽ വരും. എല്ലാ കർമ്മങ്ങളിലും നിസ്കാരത്തിലാണ് ഏറ്റവും കൂടുതൽ മുമ്പിൽ വരിക. ഏറ്റവും പ്രശ്നമുള്ള വിഷയം എന്താ? നിസ്കാരം. നിങ്ങൾ ബാങ്കിനെ പറ്റി പറഞ്ഞു കേട്ടിട്ടില്ലേ? ബാങ്കിന്റെ ഓരോ വാക്കുകളും അത് ശരിക്കും ഫിസിക്കലി നിങ്ങൾക്ക് അറിയാൻ കഴിയും. നിങ്ങളുടെ നാട്ടില് ഫജറിന് പങ്കെടുക്കുമ്പോൾ ആരെങ്കിലും എഴുന്നേൽക്കലുണ്ടെങ്കിൽ ശ്രമിച്ചു. പിന്നെ നായകൾ ഭയങ്കര ഒച്ചയില്ലേ? ആരും അന്വേഷിക്കാത്ത എന്താ കാര്യം? ഭയങ്കര അന്ന് ഒരു കാര്യം പറഞ്ഞാൽ 100% നായ്ക്കളെ ശൈത്താനെ കണ്ടതാണ്. നമ്മളെ കണ്ടുകൊണ്ട് എന്തിനെ കാണൂല? നായകള് ശൈത്താനെ കണ്ടതാണ്. ശൈത്താൻ ഓടുക എന്റെ കേട്ടപ്പം തോന്നിയതാണ്. അതാ ഭയങ്കര സംഭവമല്ലേ അതാന്ന് പറഞ്ഞു. നമുക്ക് ഇതിനൊരു വിലല്ല. നമ്മുടെ നാട്ടിൽ ഏറ്റവും കൂലി കുറഞ്ഞ മനുഷ്യനാരാ? ഏറ്റവും നിലവാരമില്ലാത്ത മനുഷ്യൻ നമ്മുടെ സമൂഹത്തിൽ ആരാ? പറയും മാറണം. നമ്മുടെ നാട്ടിൽ ഏറ്റവും മഹാനായതായിരിക്കും. അള്ളാന്റെ അടുത്ത് ഏറ്റവും മഹാൻ കൊടുക്കുന്നത്. അതിന്റെ കാരണം അതാ. കാരണം പുള്ളിക്കാരനാണ് ഈ ശൈത്താന്റെ മഹലിൽ നിന്ന് ഉണ്ടാക്കുന്നത്. വലിയ മനുഷ്യനാണ് മുഅദ്ദിൻ. അതുകൊണ്ടല്ലേ റസൂലുള്ളാഹി പറഞ്ഞത് മുഅദ്ദിനുകളാണ് ഖിയാമത്ത് നാളിൽ
അത്തുവലു അനാഖൻ, ഏറ്റവും കഴുത്ത് ഉയരമുള്ളവരവർ. എവിടെ നോക്കിയാലും ആരെ കാണും? ഇനി നമുക്ക് നാട്ടിൽ ചെന്നാലേ മഹലിലെ ഒരു ബാങ്ക് കൊടുക്കണം. നമ്മൾ പറഞ്ഞതെന്ന് വെച്ചാൽ ഇസ്തിആദത്ത് നടത്തണം. എന്ത് പറയരുത്? ശൈത്താൻ ഭയങ്കരാണ് എന്ന് പറയും. നമ്മളൊരു സ്വഭാവം അതാണ്, അത് നമ്മൾ മാറ്റി. രണ്ടാമത്തേത് എല്ലാവരും ശ്രദ്ധിക്കും, അൽ ഇൽത്തിസാമു ബിസ്സലാത്ത്. ഹയ്യ അല സ്വലാത്ത് എന്ന് കേട്ടാൽ ഒരുപാട് എക്സ്ക്യൂസുകൾ ഇങ്ങനെ വരും. സ്ത്രീകൾക്കാണെങ്കിൽ ഞാൻ പറയുന്നില്ല, എത്തിക്കാൻ വരാം. ഒരുപാട് ഒഴിവുകൾ ഇങ്ങനെ വരും. ഇങ്ങനത്തെ വൃത്തിയില്ല, അല്ലെങ്കിൽ കഞ്ഞാണ്ട് വേവട്ടെ, അല്ലെങ്കിൽ കറിക്ക് അരച്ചിട്ടാകാം. ഒരു ഉദാഹരണം, പുരുഷന്മാർക്കാണെങ്കിൽ വേറെ ഒരുപാട് വരും. ഞാൻ പറയേണ്ട അക്ഷരങ്ങളെ മനസ്സിലായി? എല്ലാവരും ശ്രദ്ധിക്കാം. ഹയ്യാലൽ ഫലാഹ് എന്നാ പറഞ്ഞു. ഹയ്യാലൽ, അപ്പൊ മറ്റൊരു ഫലാഹ് എന്ന് പറഞ്ഞാൽ എന്താ? വിജയത്തിന്റെ ഓപ്പോസിറ്റ് എന്താ? പോകാമെന്ന് എന്താണ്ടാകാം? വളരെ സിമ്പിൾ അല്ലേ? ഹയ്യാലൽ ഫലാഹ് എന്നാ വിളിച്ചത്. വിജയത്തിലേക്ക് വരാം. വിജയത്തിന്റെ ഓപ്പോസിറ്റ് എന്താ? പരാജയമാണ്. വിജയത്തിലേക്ക് പോയിട്ടില്ലെങ്കിൽ പിന്നെ എങ്ങടാ പോകാം? അല്ലാഹ്, അതാണ് ശൈത്താൻ ഇഷ്ടം. പോയാൽ ഭയങ്കര ഫസ്റ്റാമുണ്ട്. അങ്ങനെ തന്നെ പറഞ്ഞു. അതുകൊണ്ട് അവർ ഹദീസിൽ വിശ്വാസം പറഞ്ഞു, ഒരു നാട്ടിൽ മാമിൻ സലാസത്തിൻ ഈ ഖറിയത്തിൽ, ഒരു നാട്ടിൽ മൂന്നാൾക്കാർ, എന്നിട്ട് അവിടെ ലാ തുഖാമു ഫീഹി മുസ്സലാ, അവിടെ ഒരു സ്വലാത്ത് നിർവഹിക്കപ്പെടുന്നില്ലെങ്കിൽ ഇല്ലാ ഇസ്തഹവദ അലൈഹിം ശൈത്താൻ, അവിടെ അവർ ശൈത്താൻ എന്ത് ചെയ്യും? മൂടും. എല്ലാവരും ശ്രദ്ധിച്ചോ. ഞാനിത് ഇങ്ങനെ പറഞ്ഞതെന്ന് വെച്ചാൽ ഭയങ്കര സന്ദേശമൊന്നുമില്ല. നിങ്ങളുടെയൊക്കെ വീടുകളിൽ നിങ്ങൾ ചെയ്യേണ്ടത്, സ്ത്രീകളോട് ഞാൻ പറയുന്നത്, പുരുഷന്മാർക്ക് ഇത് പറയാം. പുരുഷന്മാർ പഠിപ്പിടി സ്ത്രീകളെന്തെന്ന് വെച്ചാൽ ഒരു കാരണവശാലും ഒന്നിലധികം ആളുകൾ നിങ്ങളുടെ വീടുകളിലുണ്ടെങ്കിൽ ജമാഅത്ത് നടത്താത്ത വീടായിരുന്നു. ജമാഅത്ത് നടത്താത്ത വീടായാൽ ഇസ്തഹവദ അലൈഹിം, റസൂലുള്ളാഹിന്റെ വാക്കാണ്, ഒരു പ്രദേശം, ഒരു നാട്, ഒരു സ്ഥലം, അവരെ ശൈത്താൻ എന്താവും? മക്കൾ നമ്മോട് പറഞ്ഞു, ഞാൻ കുറച്ച് നിസ്കരിച്ചോളാം, പറ്റൂല എന്ന് പറഞ്ഞു. പറ്റൂല. നമുക്ക് നമ്മളൊക്കെ വീട് ഉണ്ടാക്കുമ്പോൾ വീട്ടിൽ ഒരുപാട് റൂംസില്, ഡ്രോയിങ് റൂംസ്, എന്തൊക്കെ റൂംസ് എനിക്കറിയില്ല, വരാൻ പറ്റും. നമ്മുടെ റൂമിൽ ഒരു മൂല വേണം. അത് വേണം. സിലമ പോയി നിസ്കരിച്ചു കൊടുത്തിരുന്നു വീടുണ്ടാക്കണമെന്ന്. ആ റൂമിൽ പോയിട്ട് നബി സുന്നത്ത് നിസ്കരിച്ച് ഉദ്ഘാടനം ചെയ്തു. അവരാഗ്രഹിച്ചിരുന്നു നബി വരാനും അവിടെ. ഞാൻ പറഞ്ഞ് നാളെ കൂടി എന്റെ വീട് കുത്തിപ്പൊളിക്കണം എന്നല്ല, മറിച്ച് ഇതൊരു സംസ്കാരമായി. അപ്പൊ പിന്നെ അവിടെ ശൈത്താൻ വരും. ഭയങ്കര സംഗതിയായിരിക്കും. എനിക്ക് ശൈത്താൻ ഉണ്ടാവും. നമുക്കറിയില്ല എന്തൊക്കെയാണ് ശൈത്താൻ കാണുന്ന വിപത്തുകൾ. ഞങ്ങൾ എങ്ങനെ കെയർ ചെയ്താലും ഭയങ്കര പ്രൊട്ടക്ഷനൊക്കെ ഉണ്ടാക്കി വെക്കും മക്കൾക്ക്. ഒക്കെ പോകണമാണ് വഴിവഴിച്ചിട്ട്. അതിന്റെ സംഗതി ഇതാണ്. അപ്പൊ എല്ലാവരും ശ്രദ്ധിക്കാം. മൂന്നാമത്തെ സാധനമായ പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക, ഖുർആനുമായുള്ള സ്ഥിരമായ ബന്ധമുണ്ടാകും. ഇപ്പൊ നിങ്ങളുടെ മാഷാഅല്ലാഹ് നമ്മുടെ ഈ ഇക്കൊല്ലത്തെ ഹജ്ജിന് ഒരുപാട് പ്രത്യേകത ഉണ്ടായിരുന്നു. ഒരു പ്രത്യേകത, ഒരു സഹോദരികൾക്കൊക്കെ ഖുർആൻ പഠിപ്പിക്കാൻ വേണ്ടി മുമ്പോട്ട് വന്നു. അല്ലാഹു ബർക്കത്തുണ്ട്. അതിന്റെ സംഭവം ഖുർആനുമായുള്ള ഒരു പ്രത്യേകിച്ച് ചില സൂറത്തുകളുമായി. ഇന്നലെ ഒരു ഉമ്മ പറഞ്ഞു, എനിക്ക് സൂറത്തുൽ ബഖറ ഒന്ന് പഠിക്കേണ്ടിയിരുന്നു. അപ്പൊ ഞാൻ ആലോചിച്ചു, എന്തിനായിരിക്കും സൂറത്തുൽ ബഖറ മാത്രം പഠിക്കണമെന്ന് പറഞ്ഞു. കാലന്റെ കാരണം പറഞ്ഞു, ഞാൻ എത്ര കാലമൊന്നും ഉണ്ടാവില്ല, ബഖറ പഠിക്കാനുള്ള സമയം ഞാൻ ഉണ്ടാവുള്ളൂ, അതുകൊണ്ട് അവിടെ ഉണ്ടാവും പറഞ്ഞു. അത് വേറെ കാര്യം, ബഖറ ഉള്ള വീട്ടിൽ ശരിക്കും ഒരിക്കലും വരും. ഭയങ്കര സ്ട്രോങ് ആയി ബഖറ നടത്താം, ഭയങ്കര മധുരം. ഞാൻ പറയണല്ല കേട്ടോ, ഞാൻ ഈ പറഞ്ഞൊന്നും ഇല്ലാതല്ല കേട്ടോ, എനിക്ക് നേരമില്ലാത്തതുകൊണ്ടാണ് ഞാൻ അതിന്റെ ആ വാക്കുകളും ഹദീസൊന്നും പറയാത്തത്. ഇത് റസൂലുള്ളാഹിന്റെ വാക്കാണ്. നമ്മുടെ ഖുർആൻ, ഞാൻ ഖുർആൻ എന്ന് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കരുത് ഖുർആൻ ഓതി തീർക്കലാണ്. അത് ഞാൻ ഇന്നലെ പറഞ്ഞല്ലോ, ഖുർആൻ ഓതി തീർക്കലല്ല ഖുർആൻ. മറിച്ച് നോക്കൂ, ഖദീജ ബീവി അല്ലേ സ്വർഗത്തിലെ രാജ്ഞി അല്ലേ? ഖദീജ ബീവി എത്ര ആയത്ത് പഠിച്ചത് നമ്മൾ മനസ്സിലാക്കി? എത്ര ഖത്തം തീർക്കുന്നു? എത്ര ഖത്തം തീർക്കുന്നത്?
10 അതായത് ഞാൻ പറയാൻ കിട്ടിയ ആയത്ത് നമ്മുടെ ഉള്ളിലുണ്ടാവും. അതാണ് ഞങ്ങളോട് പറഞ്ഞത്. നമ്മൾ ആദ്യത്തെ ക്ലാസ്സിൽ പറഞ്ഞു എന്റെ ഓർമ്മ. ഇനി നിങ്ങൾ ഇമാം ഓതുന്നത് മുഴുവൻ ശ്രദ്ധിക്കണം, ഒക്കെ നമ്മളുടെ അതിലല്ലേ. അപ്പൊ ചില ആൾക്കാരോട് പറഞ്ഞ അർത്ഥമൊന്നും അറിയില്ല. ഞാൻ പറഞ്ഞു കേട്ടാ മതി, അർത്ഥമൊക്കെ വരും. അതാ ഖുർആന്റെ പ്രത്യേകത. കേട്ടാൽ തന്നെ ആഗ്രഹം ഉണ്ടെങ്കിൽ അള്ളാഹു അതിന്റെ ആശയം നമുക്ക് എത്തിച്ചു ആണോ അല്ലേ? ഇപ്പോഴത്തെ അവസ്ഥ ഭയങ്കരല്ലേ. കൊറോണ ഉണ്ടാക്കിയ ഗുണങ്ങൾ എന്തൊക്കെ നിങ്ങൾ എഴുതി വെച്ചു. കൊറോണ എന്ന് പറഞ്ഞ സാധനം, കൊറോണ കാലഘട്ടം ഒരു വിപ്ലവാസം. ഒരുപാടാണ് മരിച്ചു വന്നവർക്ക് മക്കളത്തോട്. ഒരുപാട് ലോകത്തിന്റെ നിങ്ങൾ ആലോചിച്ച് ന്യൂസിലാൻഡിലുള്ള ഒരു പെണ്ണിനെ ഖുർആൻ പഠിപ്പിക്കുന്ന ഒരാൾ നമ്മളെ കൊടുത്തു. അങ്ങനെ അത് കൊറോണ ഉണ്ടാക്കിയാണ്. അപ്പൊ നിങ്ങളൊക്കെ എന്ത് ചെയ്യണം വെച്ചാൽ ഇതുപോലെയുള്ള ഖുർആനുമായി ബന്ധപ്പെട്ട സ്ത്രീകളുടെ പ്രത്യേകിച്ച് ആ സഹോദരിയുമായി ബന്ധപ്പെട്ട് ഖുർആനുമായി ബന്ധപ്പെട്ട ഖുർആനെ കുറിച്ച് കൂടുതൽ പഠിക്കുന്ന പ്രത്യേകിച്ച് നോക്കൂ. സൂറത്തുൽ ബഖറ ഞാൻ പറഞ്ഞു, ഇഖ്ലാസ്, സൂറത്തുൽ ഇഖ്ലാസ് എല്ലാവർക്കും അറിയാലോ. മഅബ്ബദത്തൈനി എല്ലാവർക്കും അറിയാലോ. ഞാൻ ആവർത്തിച്ച് പറയുന്നു, അത് നമ്മൾ രാവിലെയും വൈകുന്നേരം ചെല്ലണം. പക്ഷേ കേവലം ചെല്ലലാണ്. അതിന്റെ അകത്തുള്ളത് എന്താണ്, എങ്ങനെയാണ് ഇത് ശൈത്താനിൽ നിന്ന് രക്ഷിക്കാം, ഈ വാക്കുകൾ നമുക്ക് ബോധ്യമാണ്. അല്ലാഹു തആല തൗഫീഖ് നൽകുന്നു. നാലാമത്തെ കാര്യം സഹോദരന്മാരെ, നമ്മുടെ ഹജ്ജ് ക്ലാസിന്റെ ആദ്യത്തെ ദിവസം മുതൽ പറഞ്ഞിരുന്നു, കൊടുത്തിരുന്ന ഒരു പുസ്തകം അദ്കാറു സബാഹി വൽ മസാ, രാവിലെയും വൈകുന്നേരവും ചെല്ലേണ്ട. എല്ലാവർക്കും ഓർമ്മ, ഇല്ലാത്തവർക്കൊക്കെ സോഫ്റ്റ് കോപ്പി കിട്ടിയിട്ടുണ്ട്, മനസ്സിലായില്ലേ? എന്നിട്ട് ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു, ഞാൻ സംസാരിച്ചു തോന്നുന്നു ഇത്തവണ പറഞ്ഞിരുന്നു, അതില് മുഴുവൻ വേണ്ട, ഒരു 2 3 കുറച്ചേ പറഞ്ഞിട്ടുണ്ട്. 2 3 നമ്മൾ സ്ഥിരമായിട്ട് ഉണ്ടാക്കും. അതിന് അത്ര സമയമൊന്നും വേണ്ട. എല്ലാവർക്കും മോർണിംഗ് വാക്കില്ലേ, 1 മണിക്കൂറൊക്കെ. നമ്മളിങ്ങനെ ചുള്ളിലെന്തോ വെച്ചാൽ നടക്കല് അല്ലേ? അതിന് പകരം നമ്മൾ അന്നാന്ന് ഓർത്തോടെ നടക്കുക. അപ്പൊ ശരി, ഭയങ്കര നടത്തായിരിക്കും. ഹെൽത്തൊക്കെ തന്നാലും തിരിച്ചു വരും. ഇതുവരെ നിങ്ങൾ 5 കിലോമീറ്റർ നടന്നതിന് പകരം 2.5 മതിയാവും. അത് ഭയങ്കരമാണ്. അപ്പൊ എല്ലാവരും അത് ശ്രദ്ധിക്കാതാണ് നാലാമത്തെ കാര്യം. അഞ്ചാമത്തെ കാര്യം എല്ലാവരും ശ്രദ്ധിക്കണം. നമ്മളെല്ലാ അമലുകളിലും ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അമലുകൾ പൂർത്തിയാക്കി ചെയ്യാനല്ല, സമയത്ത് ചെയ്യാനുമല്ല. ചെയ്യുന്ന അമലുകളിൽ ഇഖ്ലാസ്. എന്താണ് ഇഖ്ലാസ്? എന്താ നമ്മൾ ഒരുപാട് പറഞ്ഞതാണ്, ഇനിയും പറയും. ഇഖ്ലാസ് ഇല്ലാത്ത അംഗത്വം മാറില്ല. ഒരു 10 ഉറുപ്പ്യ ഒരു സാധുവിന് നമ്മൾ കൊടുക്കാൻ നോക്കാം. കൊടുക്കുന്നതിന് മുമ്പ് ആ പൈസ എടുത്തിട്ട് ഞാൻ ആലോചിക്കുക എന്തിനത് കൊടുക്കുന്നത്. അപ്പൊ ഒരുപാട് സംഗതികൾ ഒപ്പൽ വരും. അത് എങ്ങനെ മൂപ്പര് വന്ന് ചോദിച്ചാൽ കൊടുക്കാതിരിക്കാം. ആണെങ്കിൽ കൊടുക്കരുത്, പോയി പോവാ പൈസ. അത് കൊടുത്തില്ലെങ്കിൽ മോശമല്ലേ, നാട്ടുകാരുടെ ഇടയിൽ മോശമാവില്ലേ? കൊടുക്കരുത്. ഒറ്റ ലക്ഷ്യമാണോ? എന്താണോ? അള്ളാഹു ഈ കൊടുക്കുന്ന 10 രൂപയ്ക്ക് എനിക്ക് കൂലി തന്നു, അതിനുവേണ്ടി മാത്രം. ഞാൻ ഒരു 10 രൂപേന്റെ കാര്യം പറഞ്ഞ നിസ്സാരമൊന്നുമില്ല. എന്ത് ആമേ. കാരണം എന്താ പറയുക, അള്ളാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ പറഞ്ഞതാണ്. ഈ ശൈത്താൻ അള്ളാഹിനോട് പറഞ്ഞല്ലോ, ഞാൻ എന്ത് ചെയ്യുന്നതോ, ഞാൻ നിന്റെ ആൾക്കാരെ മുഴുവൻ ശരിയാക്കുന്നു അല്ലേ? ലഹും സിറാത്തക്കൽ മുസ്തഖീം, നിന്റെ സിറാത്തുൽ മുസ്തഖീമിൽ ഞാൻ പോയിരിക്കും. പിന്നെ ഞാൻ അവരുടെ സുമ്മലാത്തിയന്നഹും മിൻ ബൈനി ഐദിഹിം, ഞാൻ അവരുടെ മുമ്പിലൂടെ പോകും, പിന്നിലൂടെ ചെല്ലും, ഇടതുഭാഗത്തൂടെ ചെല്ലും, ആകെ സ്വീപ്പാക്കും എന്ന് പറഞ്ഞു. ഇത് അവസാനം പറഞ്ഞ് അതല്ല, ഇതൊന്നും പറഞ്ഞിട്ട് യേശു എന്നുള്ളതാണ് മുമ്പിൽ പറഞ്ഞൊരു വാചകം തരാം. നമ്മളിൽ ഏറ്റവും കൂടുതൽ യേശു. ശൈത്താൻ പറഞ്ഞു, ലഉസയ്യിനന്ന ലഹും ഫിൽ അർദ്, ഭൂമിയിലുള്ള എല്ലാ വസ്തുക്കളെയും ഞാൻ അവർക്ക് ഭയങ്കര മോടിയാക്കി കാണിച്ചു കൊടുക്കും. അത് ചെയ്തോ ഇത് ചെയ്തോ, എന്നിട്ട് വല ഓടിയെന്നും മജ്മഈൻ, അങ്ങനെ ഞാൻ അവരെ എന്താക്കും, എല്ലാവരെയും ഒഴിവെടുക്കും.
നമ്മൾ പെട്ടുപോലെ അതിലാണ്. മനസ്സിലായില്ലേ? എന്റെ രൂപങ്ങൾ മാറ്റിയിട്ട് കളറൊക്കെ മാറ്റിയിട്ടുണ്ട്. നമ്മൾ ഇപ്പൊ അതാണ് ശരി, ശൈത്താനത്തെ. അപ്പൊ അള്ള മൂപ്പരോട് മറുപടി പറഞ്ഞു, എന്താ അറിയാം, എന്റെ ഒരുത്തിനെയും നിനക്ക് പറ്റിക്കാൻ പറ്റും. അതാണ് നമ്മൾ നേരത്തെ പറഞ്ഞ മറുപടി. ഇത് പറഞ്ഞിട്ട് ശൈത്താൻ തന്നെ ഒരു വാചകം പറഞ്ഞു. അതാണ് ഞാൻ പറയാൻ വിചാരിച്ചത്. എന്താ പറഞ്ഞാലും ഇല്ലാ ഇബാദക മിൻഹുമുൽ മുഖ്ലസ്, ഇല്ലാ എല്ലാവരെയും ഞാൻ പറ്റിക്കും, ഇല്ലാ ഇബാദക മിൻഹുമുൽ മുഖ്ലസ്, നിന്റെ അടിമകളുടെ കൂട്ടത്തിൽ ഇഖ്ലാസുള്ളവരെ ഒഴികെ അവരെ എനിക്ക് തൊടാൻ കഴിയില്ല. അതുകൊണ്ടാണ് ഞാൻ ഇഖ്ലാസ്. മറ്റതൊക്കെ ശൈത്താനിയല്ലായിരിക്കും. ഇഖ്ലാസ് ഇല്ലാത്തൊരു അമലിലേക്ക് നമ്മൾ പോകരുത്. അതെല്ലാവരും ശ്രദ്ധിക്കണം. ഞാൻ അവസാനിപ്പിക്കണം. അവസാനത്തെ ഒന്നെന്താണ് അൽ ഹിർസു അലാ ഇജ്തിനാബിൽ ബിദ്അ. ബിദ്അത്തുകൾ എന്ന് പറഞ്ഞു സുന്നത്ത് എന്തായാലും പറയാലോ, പറയരുത്. സുന്നത്തിന്റെ നേരെ വിപരീതമാണ് എന്ത് ബിദ്അത്ത്. എത്തനാ വന്നത് നിങ്ങൾക്കറിയാം. ആലോചിച്ച് എന്തിനായിരിക്കും ഒരു ബിദ്അത്ത്? സുന്നത്തിലേക്ക് നമ്മൾ പോകാതിരിക്കാനാണ് എന്ത്, മനസ്സിലാണില്ല? ബിദ്അത്ത് നിങ്ങൾ ശ്രദ്ധിച്ചോ. ഒരു ബിദ്അത്ത് വന്നെടുത്ത് ഒരു സുന്നത്ത് പോയില്ല. എല്ലാവരും ശ്രദ്ധിച്ചോ. ഒരു ബിദ്അത്ത് വന്നെടുത്ത് ഒരു സുന്നത്ത് പോയി. നിങ്ങൾ അറഫയിൽ പോയില്ലേ? എനിക്കറിയില്ല നിങ്ങൾക്ക് ഏത് ടെന്റിലായിരുന്നു. നമ്മളെല്ലാവരും ഒരു ടെന്റിൽ. ആ ടെന്റിന്റെ ഒരു മൂലയിൽ കണ്ടില്ല, ഒരു മൂലയിൽ ഇരുന്നിട്ട് കുറെ എന്തൊക്കെയോ വായിക്കണ്, എന്തൊക്കെയോ പാടുന്നു, എന്തൊക്കെയോ ചെല്ലണ്. സ്പീക്കറിന് മുമ്പിലേക്കാണ് ചെല്ലൂല. എന്താ ശരിക്ക് അറഫയിലെ സുന്നത്ത് എന്താ? അയാൾ ചെല്ലുന്ന സുബ്ഹാനല്ലാഹ് അല്ലാഹു അക്ബർ കാണാം, അല്ലാതെ ഞാൻ പറഞ്ഞില്ല. പക്ഷെ അറഫയിലെ സുന്നത്ത് ഓരോരുത്തരും അവരവരുടെ വിക്രുകളിലേക്കും ദുആകളിലേക്കും പോകാൻ. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ഹജ്ജ് ചെയ്തവരല്ലേ സഹാബത്ത്. നബിയേക്കാൾ വലിയ ഒരു പണ്ഡിതനുണ്ടോ? ഉണ്ടോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കാണിച്ചു തന്നോ? നബി ആകെ 2 സംഗതികൾക്കാണ് അറഫയിൽ സമയം ഇത് ദിക്റും തസ്ബീഹും ദുആക്കും അല്ലാതെ കളഞ്ഞത്. ഒന്ന് അറഫ ഖുതുബ, രണ്ടാമത്തേത് നമ്മളൊരു സംഭവം പറഞ്ഞില്ലേ, വൈകുന്നേരമായപ്പോ ബിലാൽ റളിയല്ലാഹു അൻഹുവിനെ വിളിച്ച് പറഞ്ഞ സംഭവം ഓർമ്മയുണ്ട്. ബാക്കിയൊക്കെ അങ്ങനെ. എന്താ വന്നതെന്ന് വെച്ചാൽ അവിടെ ആ സംഭവം വന്നതോടുകൂടി എന്തായി? സുന്നത്ത് പോയി. അതിൽ പെട്ട ഒരാൾ എന്റെ അടുത്ത് വന്ന് പറയാം, മൗലവി ദുആ ചെയ്യാൻ അയാൾ സമ്മതിച്ചില്ല. ഞാൻ ഇയാളോട് ദേഷ്യപ്പെട്ടു. അയാൾ സമ്മതിക്കണോ ദുആ ചെയ്യാൻ? അവിടുന്ന് എഴുന്നേറ്റ് പുറത്തുപോയ പോലെ. ആയിരക്കണക്കിന് മനുഷ്യന്മാരെ കണ്ടില്ലേ? ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ളവരെ കണ്ടില്ലേ? നിങ്ങൾ കണ്ടില്ല? എല്ലാവരും അവരിങ്ങനെ അറഫന്റെ പുറത്ത് വന്ന് തന്നിന്റെ പുറത്ത് വന്ന് നിന്നിട്ട് കൈ വെച്ച് അള്ളാഹിനോട് ചോദിക്കല്ലേ, നിങ്ങളെന്ത് പിരാന്ത കാണിച്ചു വെച്ചാൽ എന്താ ചെയ്യാ? അറഫ പോയി നേരം പറയും. ഇത് ശരിക്കും ശ്രദ്ധിക്കണം. വിദ്യാർത്ഥികളെ ശരിക്കും ശ്രദ്ധിക്കണം. വിദ്യാർത്ഥിയുള്ളവർക്ക് എന്തുണ്ടാവില്ല? എന്തുണ്ടാവില്ല? ഞാൻ നമ്മള് റുക്നുൽ യമാനി അതിന്റെയും ഹജറുൽ അസ്വദിന്റെയും ഇടയിൽ ഒരു പ്രാർത്ഥന അല്ലേ? ഉണ്ടല്ലേ? എന്താ പ്രാർത്ഥന? ഓക്കെ. പക്ഷെ നിങ്ങൾ അവിടെ ഇങ്ങനെ പോകുമ്പോ അവിടെ പ്രാർത്ഥനയല്ല, അവിടെ പ്രകടനം ഉണ്ടായാലും നിങ്ങൾ എന്താ കേട്ടെ? റബ്ബന ആതിനാ ഫിദ് ദുനിയാ ഹസന. 2 സംഗതി. ഒന്ന്, ഞാൻ ആലോചിച്ച് ഇതും കൂടി പഠിക്കാതെയാണോ ആൾക്കാർ ഹജ്ജിന് വന്ന്? അതും വേറൊരാൾ പറഞ്ഞു കൊടുക്കുക, റബ്ബന റബ്ബന ആതിനാ ആതിനാ ഫിദ് ദുനിയാ ഫിദ് ദുനിയാ. നമ്പർ 1 എന്താ സംഭവിക്കണറിയോ? എന്താ സംഭവിക്കണേ? അത്രയും സമയം കുറഞ്ഞില്ലേ? കുറഞ്ഞല്ലേ? എനിക്ക് ചോദിക്കാനുള്ള സമയം കുറഞ്ഞല്ലേ? രണ്ടാമത്തേത് ചിലപ്പോ ചില ബുക്കിലൊക്കെ ഉണ്ട്, റബ്ബന ആതിനാ ഫിദ് ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. അതിന്റെ കൂടെ ഒരു വാലുണ്ട്, വഅദ്ഖിൽനൽ ജന്നത മഅൽ അബ്റാർ യാ അസീസ് യാ ഗഫാർ യാ റബ്ബൽ ആലമീൻ. എന്താ പറഞ്ഞേ?
അദ്ഖിൽനൽ ജന്നത മഅൽ അബ്റാർ, നല്ല മനുഷ്യന്മാരുടെ കൂടെ ഞങ്ങളെ നീ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കണമേ അസീസായ ഗഫാറായ റബ്ബേ എന്ന പറഞ്ഞത് ശരിയാണോ? നല്ലതാണോ? ആണ്. പക്ഷെ അവിടെ അല്ല പറയുന്നത്. നെയ്യ് കയറിയാലും അപ്പം കീടലുണ്ടോ? ഉണ്ടല്ലേ? അവിടെ അല്ല പറയണ്ടത്. അവിടെ എന്താണോ റസൂലുള്ള പറയാൻ കൽപ്പിച്ചത് അത് പറയും. അപ്പൊ അവിടെ ഈ വാല് വന്നപ്പോ എന്താ സംഭവിച്ചത്? എന്തിന്റെ എണ്ണം കുറഞ്ഞു? എന്തിന്റെ എണ്ണം കുറഞ്ഞു? റബ്ബന ആതിന എന്ന് ചെല്ലണേന്റെ ഇമാം ഗസാലി റഹിമഹുല്ലാഹ് അത് പറഞ്ഞിട്ട് പറയുന്നുണ്ട്, നിങ്ങൾ ശൈത്താൻ അവിടെ ചിന്നോട് പറയാനെന്ത്, നിങ്ങൾ റബ്ബന ആതിന ചെല്ലണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾ ചെല്ലാതിരിക്കോ? ഇല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു നന്മ നിങ്ങൾക്ക് തരാൻ ഉദ്ദേശിച്ചിട്ടുണ്ട്. ആ നന്മ നിങ്ങൾക്ക് തരണമെങ്കിൽ 100 തവണ നിങ്ങൾ ആ നന്മ ചോദിക്കണം. ഇത് ഉദാഹരണമാണോ? അദ്ദേഹം പറഞ്ഞു 100 തവണ നിങ്ങൾ ആ നന്മ ചോദിക്കണം. അപ്പൊ 100 തവണ നിങ്ങൾ അത് ചോദിക്കും. 100 ആ എണ്ണം എത്താതിരിക്കാൻ വേണ്ടി ഇയാൾ എന്ത് ചെയ്തു? ഒരു വാല ആഡ് ചെയ്തു. വാല ആഡ് ചെയ്തപ്പോ 100 ചെല്ലുന്നത് എത്രയായി? 75 80 ഒക്കെ ആയി. നിങ്ങൾക്ക് മനസ്സിലാകും. ഭയങ്കര ഗൗരവമാണ് വിദ്യാർത്ഥി എന്ന് പറഞ്ഞാൽ, ഭയങ്കര. അതുകൊണ്ട് സഹോദരന്മാരെ, ഹജ്ജ് കഴിഞ്ഞ് പോകുമ്പോൾ നമ്മൾ തീരുമാനിക്കേണ്ടത് ഇനി സുന്നത്തിന്റെ സ്ഥാനത്ത് വേറൊരു സ്ഥാനം ഞാൻ എന്ത് ചെയ്യില്ല. അപ്പൊ ഇത് കൊണ്ടുവരുമ്പോ ചോദിക്കുക, അതിന് സുന്നത്തുണ്ടോ? ആണ്. നമ്മൾ അത് ചെയ്താൽ മതി. മറ്റേ നമുക്ക് വേണ്ട. കാരണം എന്താ? അത് നമ്മളെ നശിപ്പിക്കും. ശൈത്താൻ കൊണ്ടുപോവുക വിദ്യാർത്ഥിയിലൂടെയാണ്. നമ്മളോടൊന്നും എന്ത് വെച്ചാൽ ഇവർക്ക് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മൾ മാറില്ല. അപ്പൊ കുറച്ച് കൂട്ടിയാൽ എന്തായി? ചെയ്യേണ്ടത് എന്തായി? കുറഞ്ഞു പോയി. അപ്പൊ ആര് ജയിച്ചു? ശൈത്താൻ ജയിച്ചു. നമ്മളെന്തായി? നമ്മളെ എല്ലാവരും നമ്മുടെ അവസാനത്തെ മിനയിലെ അവസാനത്തെ ദിവസം ഇത്രയും കാര്യങ്ങൾ ഞാൻ ഇത്രയും ദിവസങ്ങളെ കൊണ്ട് നിങ്ങളെ കൽപ്പിക്കണമെന്ന് ആഗ്രഹിച്ചതായിരുന്നു. അതാണ് 10 ദിവസമാണ്. ഈ മിനയിൽ നമ്മൾ തിരിച്ചു പോകുമ്പോൾ നമുക്ക് സങ്കടമാണ്. സന്തോഷം കാണും. പക്ഷെ ഇവിടുന്ന് പോകുമ്പോഴുള്ള സങ്കടം, ഇതിൽ ഭയങ്കര സങ്കടം. എല്ലാ ആഗ്രഹങ്ങളും പൂർത്തിയാകുന്ന സ്ഥലം, എല്ലാ വിജയങ്ങളും നടന്ന സ്ഥലം. അത് നിങ്ങൾ അവിടുന്ന് മുതൽ ഇങ്ങനെ ആലോചിച്ചു. ഞാൻ പറഞ്ഞല്ലോ, ഇബ്രാഹിം മുതൽ ഏതായാലും നമുക്കൊരു സന്തോഷം എന്താച്ചാൽ നമ്മളതെത്തില്ല. നമുക്ക് ഇഖ്ലാസോടുകൂടി അമലുകൾ ചെയ്യാൻ പറ്റിയില്ലേ? ഉറപ്പില്ലേ? എല്ലാവർക്കും സുന്നത്തോടുകൂടി അമലുകൾ ചെയ്യാം ഇല്ലേ? ഇതിനെന്തോടെ ഇതിന്റെ പെർഫെക്ഷൻ എന്ന് പറഞ്ഞു. അല്ലാതെ തന്റെ ചൊറുക്കല്ല, അത് വേണ്ടാന്ന് പറഞ്ഞു. തന്റെ ചൊറുക്കല്ല, അല്ലെങ്കിൽ ഇവിടുത്തെ ഭക്ഷണത്തിന്റെ മജയല്ല. ഇത് രണ്ടും കിട്ടിയെങ്കിൽ നമ്മുടെ ഹാപ്പിയാണ്. ശരി, അതാണ് നമ്മുടെ ഹാപ്പിനെസ്, നമ്മുടെ സന്തോഷം. അതേ ബാക്കിയാവും. ഭക്ഷണം കഴിച്ചതൊക്കെ എന്താവും? ഒരു 10 മിനിറ്റ് സുഖമായിട്ട് കിടന്നിട്ടുണ്ടെങ്കിൽ അതും നമ്മൾ പോകുമല്ലേ? ഇഖ്ലാസോടുകൂടി സുന്നത്തോടുകൂടി അമല് ചെയ്തിട്ടുണ്ടെങ്കിൽ അതവിടെ അള്ളാഹുവിന്റെ തോൽപ്പിക്കുന്നു. നമ്മള് ചില തെറ്റുകൾ നമ്മളിവിടെ തിരുത്തണ്ട. നമ്മൾ തിരുത്തി പോകാം. കണ്ടിട്ടുണ്ട് ഈ ഹജ്ജിന്റെ ആയത്ത് അവസാനിക്കുമ്പോൾ കണ്ടങ്ങൾ എന്താ പറഞ്ഞു? എന്ത് ചോദിക്കേണ്ട അവസ്ഥ എന്താ? ഞാൻ ഒന്ന് മാത്രം മനസ്സിലോട്ടുണ്ട്, ബാക്കിയൊന്നും നമ്മൾ ആദ്യത്തെ കല്ലെറിയാൻ പോയില്ലേ? ഒരു കയറ്റൊക്കെ കയറി ഭയങ്കര, നമ്മളെ ഭാഷയിൽ പറഞ്ഞാൽ ഭയങ്കരമായി കഷ്ടപ്പെട്ട് ഒരു തുള്ളി വെള്ളത്തിന്റെ എന്താണെന്ന് മനസ്സിലാക്കി. ഇത്ര രസമുണ്ടോ വെള്ളത്തിന്? എന്ന് എന്തേലും വെള്ളത്തിന്റെ രസം അല്ലേ? അപ്പൊ നമ്മൾ കുറെ ആൾക്കാർ പറഞ്ഞു, എന്താണ് ഈ സൗദി ഗവൺമെന്റ് കുറച്ച് വെള്ളം നമ്മളെ പറഞ്ഞല്ലേ? ഞാനടുത്ത പറഞ്ഞു हमारी अस्तगफिरुल्लाह ഒരു കാരണം നമുക്ക് ബോധ്യയില്ലേ? വെള്ളമില്ലാത്ത എല്ലാ വർഷം
വെള്ളമില്ലാത്ത ഉള്ള വെള്ളം ഉപയോഗിക്കാൻ ഉള്ളതിനേക്കാൾ ആളുകൾ എന്ത് ചെയ്തിട്ടുണ്ട്, ആവശ്യത്തിനേക്കാൾ ആളുകൾ നമ്മൾ ഒരു തുള്ളി വെള്ളം സഭാ ഇങ്ങനെ കൊണ്ടുപോയിട്ട് നിറച്ച് ഇങ്ങനെ തെന്നിലേക്ക് ഓർമ്മല്ലേ അവിടെ തിരക്കി തിക്കി മാഷാവാണ്. അപ്പൊ ഇനി അങ്ങനെ നമ്മൾ പരിശോധിക്കണം. ഈ മിനിറ്റ് പോണതിന് എന്തിനൊക്കെ സാധ്യതയെന്ന് പറയാം. ക്ലിയറല്ല? ആരുടെങ്കിലും പേഴ്സണലായി എന്തെങ്കിലും ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ തട്ടേ മുട്ടേ അതൊക്കെ ഇതിലുണ്ടാകാം. അതും അവരോട് പോയി പറയാം. സോറി ഒന്നും ഉണ്ടാവില്ല. ആന്മാര് ബാക്കിയൊക്കെ ഉണ്ട് കേട്ടോ. അവിടുന്ന് ആരും എന്താക്കരുത്. ബാക്കി നിങ്ങൾക്കറിയാം, വഫാത്താവണേന്റെ മണിക്കൂറുകൾക്ക് മുമ്പ് നബിയെ രണ്ടാളുകൾ താങ്ങിപ്പിടിച്ച് പള്ളിക്കൊണ്ടു. ഓർമ്മല്ലേ? എന്നിട്ട് നബിന് മെമ്പർമേൽ നബി എന്താ പറഞ്ഞു? ആരാണ് നബി നിങ്ങൾ ആലോചിച്ചു? നബി എന്താ പറഞ്ഞു? ഞാൻ ആരോടെങ്കിലും വല്ല അക്രമോ പ്രതികാരോ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇപ്പൊ നിങ്ങൾ വന്നുണ്ടാക്കണം, പകരം വരും. ഇതൊന്നും ഇങ്ങനെ സംസാരിക്കാൻ പറ്റാത്ത ഒരു ദിവസത്തേക്ക് നിങ്ങളത് ആരാ പറഞ്ഞു? നമ്മളാരും മാറ്റി വെക്കണ്ട. എന്നാലും ആർക്കെങ്കിലും അങ്ങനെ വല്ല ചെയ്തു പോയി, ആരോടെങ്കിലും ചെയ്തു പോയി എന്ന് പ്രയാസമുണ്ടെങ്കിൽ അവരെന്താക്കണം? മനസ്സിലല്ലേ? പോകണം, ചോദിക്കണം, വിട്ടുവീഴ്ച. വേറെ ഏതെങ്കിലും, ഞാൻ ഉദാഹരണം മാത്രമാണ് പറഞ്ഞത്. ഞാൻ ഈ സൗദി ഗവൺമെന്റിനോട് എന്തെങ്കിലും പ്രത്യേകമായ ഒരു ഇതൊന്നുമില്ലാത്തൊരു മമത എനിക്ക് പ്രത്യേകിച്ചൊന്നുമില്ല. എന്നെ പഠിപ്പിച്ചിട്ട് ആ ഒരു മമത എന്തായാലും ഉണ്ടാവും. അതല്ലാത്ത പ്രത്യേകിച്ച് ഒരു മമതയൊന്നുമില്ല. പക്ഷേ നമ്മൾ വേണ്ട, നമ്മൾ കണ്ടല്ലോ എന്തൊക്കെ സൗകര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരു ദിവസം നമ്മൾ വെള്ളത്തിന് മുട്ടിയോ? ഇപ്പൊ വെള്ളം എന്ന് പറയുമ്പോഴത്തേന് നമുക്ക് എത്ര വെള്ളം അവര് കൊണ്ടുവന്നിരുന്നു. നമ്മളെ മാഷാള്ള നമുക്ക് നല്ല യുവാക്കളുണ്ടായിരുന്നു നമ്മളെ വണ്ടീസ്. മാഷാള്ള ഭയങ്കര വർക്കാണ് അവർ ചെയ്തത്. അപ്പൊ അവർക്ക് വർക്കത്ത് കൊടുക്കാം. ഭയങ്കര വർക്ക്, ഓരോ വർക്കും ഭയങ്കര വർക്ക്, ഭയങ്കര വർക്ക്. അള്ളാഹുത്താരെ കൊടുത്തെങ്കിലല്ലാതെ ഇതിന് പകരം ഇവിടുന്ന് കിട്ടില്ല. മനസ്സിലായില്ല? അള്ളാഹു തീർച്ചയായിട്ടും തരുന്നുണ്ട്. അത് വർക്കുന്നല്ല. നമുക്ക് അവസാനിപ്പിക്കാൻ ഇൻഷാ. ഇനി ചിലപ്പോൾ ഇതുപോലെ നമ്മള് ഒരുമിച്ച് കൂടാനും കഴിഞ്ഞുകൊള്ളണമെന്നില്ല. ഇതൊരു അവസാനത്തെ ഒരുമിച്ച് കൂടാനാകാനാണ് സാധ്യത. അള്ളാഹു സുബ്ഹാനഹു നമ്മുടെ അമലുകൾ അള്ളാഹു കബൂലാക്കുമാണ്. നമ്മുടെ ഹജ്ജിനെ അള്ളാഹുവെ ഈ മഖബൂലായ ഖുർആനായി ഹജ്ജാക്കി മാറ്റിത്തരണം. റഹ്മാനായ റബ്ബേ, ഈ ഭൂമിയിലേക്ക് വീണ്ടും പലതവണ തിരിച്ചു വരാൻ, ഈ അമലുകളിൽ പങ്കുകൊള്ളാനും ഞങ്ങൾക്ക് നീട്ടുകൊണ്ടിരിക്കുന്നില്ല. ഹജ്ജാഗ്രഹിക്കുന്ന ഞങ്ങളുടെ എല്ലാ ആളുകൾക്കും, ഞങ്ങളുടെ കുടുംബക്കാർ, ബന്ധുക്കൾ ആഗ്രഹിച്ച് ഞങ്ങളോട് വസിയത്ത് ചെയ്ത ദുആ കൊണ്ട് വസിയ എല്ലാവർക്കും അല്ലാഹുവേ ഈ മണ്ണിൽ വന്ന് ഹജ്ജ് നിർവഹിക്കാനുള്ള മഹാഭാഗ്യത്തെ